സോ ഈ നല്ല സായനത്തിലേക്ക് എല്ലാ മലയാളി നഴ്സുമാരെയും വളരെ ഹാർദവപൂർവ്വം എയിംനയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഒരു ഒന്നൊന്നര മണിക്കൂറിന്റെ ക്ലാസ് ഇംഗ്ലീഷ് മലയാളം മിക്സ് ലാംഗ്വേജ് ആയിട്ട് എടുക്കുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സോ at the very onset, I would like to introduce myself. So I am Denny Marie Mumal. I am working as a nursing officer at Department of Preventive Oncology at All India Institute of Medical Sciences, New Delhi. So I will be the moderator for today's sessions. ആദ്യമായിട്ട് നിങ്ങൾക്കെല്ലാം ഹോപ്പ് ആൻഡ് ബിലീവ് ദാറ്റ് നിങ്ങൾ എല്ലാവരും എയിംനെ കുറിച്ചും എയിംന്റെ നഴ്സുമാർക്ക് നൽകുന്ന കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചും വളരെയധികം ബോധവാന്മാരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാലും respecting that most of you are members of AIMNA, to the new ones who have joined me, AIMNA, I would like to give a brief introduction regarding AIMNA. So AIMNA, when expanded, it is an International Malayali Nurses Association Assembly. So it is an international collective working exclusively for Malayali nurses across the borders, across various countries of the world. So AIMNAയുടെ തുടക്കം എന്ന് പറഞ്ഞാൽ it has started in the year 2012 under the visionary leadership of Mr. Sinu John Kattanam. He is himself a nursing officer presently working at Lady Hardinge Medical College, Delhi. So he's the founder of AIMNA. AIMNA was born with totally a non-profit motive and vision to connect Malayali nurses under a single umbrella, to promote them, to identify them, and to address all the difficulties that a Malayali nurse may face in her career life. So AIMNA also ensures the academic excellence of nurses, the professional growth of nurses, as well as the career advancement of nurses through the various seminars, various educational discussions, ensuring the nurses' academic acumen. So I'm very glad to say that AIMNA is it is the only largest Malayali Nurses Association. നിങ്ങൾക്കറിയാമെന്ന് വിശ്വസിക്കുന്നു, 1.25 ലക്ഷത്തിൽ അധികം മലയാളി നഴ്സുമാരുടെ ഒരു സമൂഹമാണ് AIMNA. സോ അത് 30ഓളം രാജ്യങ്ങൾ, 30-ലധികമായ രാജ്യങ്ങളിലുള്ള മലയാളി നഴ്സസ് AIMNAയുടെ ഭാഗമാണ്. So I take this opportunity to congratulate Mr. Sinu John as well as his entire collegium of AIMNA for this great platform of all the Malayali nurses. So I'm really glad that they have given due importance to women health. നമുക്കറിയാം മലയാളി നഴ്സുമാരിൽ അധികവും സ്ത്രീകളാണ്. വിമൻ ഹെൽത്തിന് AIMNA കൊടുത്തേക്കുന്ന ഇമ്പോർട്ടൻസിന്റെ അക്കോർഡിംഗ് ആണ് ഇന്നത്തെ ഒരു ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് ടോക്ക് തന്നെ. Especially in this month of in this pink month of October, where the entire world is discussing about breast health, about breast cancer awareness. AIMNA too has taken a very wonderful initiative in hosting this breast cancer awareness talk, which is going to be taken by one of our expert Malayali nurse. സോ ഇതിനെക്കുറിച്ചൊരു നിങ്ങളെ ക്ലാസ്സിനായി വളരെയധികം ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ അതിനു മുമ്പായിട്ട് ഒരു ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു കാലത്ത് ബ്രസ്റ്റ് ക്യാൻസർ ഒരു വെസ്റ്റേൺ വേൾഡിന്റെ അസുഖമായിട്ടാണ് വിചാരിച്ചിരുന്നത്. അമേരിക്കയിൽ അല്ലെങ്കിൽ UK മാത്രം കാണുന്ന ഒരു അസുഖമായിട്ടാണ്, ഒരു ഡിസോർഡർ ആയിട്ടാണ് ബ്രസ്റ്റ് ക്യാൻസറിനെ നമ്മൾ വിചാരിച്ചിരുന്നത്. ബട്ട് ദിസ് ഇസ് നോട്ട് ദ സ്റ്റോറി നൗ. ദ സ്റ്റോറി ഹാസ് എൻറ്റയർലി ചേഞ്ച്ഡ്. ഗ്ലോബോക്കൺ 2022 WHO നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ ഫീമെയിൽ ക്യാൻസേഴ്സിൽ നമ്പർ 1 ക്യാൻസർ ആണ് ബ്രസ്റ്റ് ക്യാൻസർ. ഒരു കാലം മുമ്പ് വരെ അത് സർവൈക്കൽ ക്യാൻസർ ആയിരുന്നു ഇന്ത്യയിലെ വിമനിലെ ഏറ്റവും നമ്പർ 1 ക്യാൻസർ. ബട്ട് ഇറ്റ് ഈസ് ബ്രസ്റ്റ് ക്യാൻസർ നൗ. എന്തുകൊണ്ടാണ് നമ്മൾക്കെല്ലാം അറിയാം. നമ്മുടെ മാറി വരുന്ന ജീവിത ശൈലികൾ കാരണവും ജനറ്റിക് മ്യൂട്ടേഷൻസ് കാരണവും അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് മാഡം ഇന്ന് ക്ലാസ്സിൽ പറയും. എങ്കിൽ പോലും നമ്മുടെ അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ കാരണമാണ് ബ്രസ്റ്റ് ക്യാൻസർ നമ്മളിലും വളരെയധികം കോമൺ ആയിരിക്കുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റത്തില്ല. പ്രിവെൻഷൻ ഇസ് നോട്ട് എ സ്റ്റോറി ഫോർ ബ്രസ്റ്റ് ക്യാൻസർ, ബട്ട് ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് വൺ ഓഫ് ദ വെരി ഫ്യൂ ക്യാൻസേഴ്സ് വിച്ച് ക്യാൻ ബി ഡിറ്റക്റ്റഡ് അറ്റ് an early stage. The beauty of breast cancer is that it can be detected at stage 0, stage 1, and even at the stage 2, it has got a very promising survival. സ്റ്റേജ് 0-ലാണ് 100% സർവൈവൽ റേറ്റ് ആണ് സ്റ്റഡീസ് പറയുന്നത്. സ്റ്റേജ് 2 ആണ് 88%. സോ ഒരു വൈഡ് റേഞ്ച് ഓഫ് സർവൈവലിലാണ് ഏർലി ക്യാൻസർ ഡിറ്റക്ഷൻ, ബ്രസ്റ്റ് ക്യാൻസർ ഡിറ്റക്ഷൻ വരുന്നത്. So there arise the importance of this month, the pink month, the breast cancer awareness, the Department of Prevention in Cancer, the early detection, etc., breast cancer screening, etc.
സോ ഇന്നത്തെ അടുത്ത ഒരു 1-1.25 മണിക്കൂർ നിങ്ങൾ ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച്, അതിന്റെ ഇൻസിഡൻസിനെ കുറിച്ച്, അതിന്റെ ലിറ്റിൽ ബിറ്റ് അബൌട്ട് ദി ബ്രസ്റ്റ് അനാട്ടമി, അതിന്റെ സ്ക്രീനിങ് സ്ട്രാറ്റജീസിനെ കുറിച്ച്, എന്തൊക്കെയായിരിക്കാം ഏർലി ബ്രസ്റ്റ് ക്യാൻസർ സിംറ്റംസിനെ കുറിച്ച്, വളരെ ഒരു ചെറിയൊരു ഭാഗം ട്രീറ്റ്മെന്റിനെ കുറിച്ചും നിങ്ങളിൽ ഒരു ചെറിയ മെസ്സേജ് എത്തിക്കുവാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. So with this forward, let me now take this proud moment to welcome the speaker of the day. Our speaker of the day is Mrs. Susan John. She is presently serving as a staff nurse grade 1 at Regional Cancer Center, Trivandrum. She has completed her BSc Nursing from Government College of Nursing, Thrissur, and has completed her post-graduation from JIPMER, Puducherry. She has got a very vast experience in oncology, especially in Kerala at RCC. She has nearly 10 years of clinical experience in Department of Medical and Surgical departments of RCC. She has also had a good experience in infection control as an infection control lead nurse, 4 years of experience there. She is a good resource person at various international and national talks. Most importantly, the National Symposium in the Advanced Oncology Nursing Symposium in 2023 held at Hyderabad, and a good resource person at various in-service education sessions at RCC. It gives me immense pleasure and great joy to welcome Madam Susan to today's session. So she will now take over the session. ഇതിൽ നിങ്ങളെല്ലാവരും മ്യൂട്ടഡ്, ഈ ഒരു സെഷൻ ഓൺലൈൻ ആയതുകൊണ്ട് നിങ്ങളെല്ലാം മ്യൂട്ടഡ് ആയിരിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ട്, എന്തെങ്കിലും കമന്റ്സ് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ നിങ്ങളത് ചാറ്റ് ബോക്സ് ഉപയോഗിക്കുമെന്ന് വിശ്വസിക്കുന്നു. സോ ചാറ്റ് ബോക്സിലുള്ള ആൻസറിന് സെഷൻ അവസാനത്തിൽ മാഡം അതിന് ആൻസർ ചെയ്യുന്നതായിരിക്കും. സോ വളരെ ഹാർദവപൂർവ്വം സൂസൻ മാമിനെ സെഷന് വേണ്ടി വെൽക്കം ചെയ്യുന്നു. ഓവർ ടു യു മാം. താങ്ക് യു ഡെന്നി. And myself, Susan, working in RCC. So moderator പറഞ്ഞതുപോലെ നമ്മൾ ഈ ഒക്ടോബർ മാസം ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്ത് ആയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുവാണ്. പിങ്ക് മന്ത് എന്നാണ് നമ്മുടെ ഒക്ടോബറിനെ അറിയപ്പെടുന്നത് തന്നെ. സോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ഈ ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് ആണ്. എവറി ഇയർ നമ്മൾ WHO ഒരു ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്തിന് ഒരു തീം സെലക്ട് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ എന്ന് പറയുന്നത് ഈ തീമാണ്. അതായത് ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് എവറി സ്റ്റോറി ഈസ് യുണീക്ക് ആൻഡ് എവറി ജേർണി മാറ്റേഴ്സ്. അതായത് എവറി സ്റ്റോറി ഈസ് യുണീക്ക് എന്ന് പറഞ്ഞാൽ ലോഡ്സ് ആൻഡ് ലോഡ്സ് ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ കേസസ് ആർ ദയർ. പക്ഷെ ഓരോ ഡയഗ്നോസിന്റെ പുറകിലും ഒരു സ്റ്റോറി ഉണ്ട്. അതായത് ഓരോരുത്തർക്കും അവരവരുടേതായ ആ ഡയഗ്നോസിലോട്ട് എത്തിപ്പെട്ട സ്റ്റോറി ഉണ്ട്. എങ്ങനെയാണ് അത് അവരെ അഫക്റ്റ് ചെയ്തത്, എങ്ങനെയാണ് അവരുടെ ഫാമിലി അഫക്റ്റ് ചെയ്തത്, എവറിത്തിങ് ഈസ് ഡിഫറെന്റ്. അതുപോലെ എവറി ജേർണി മാറ്റേഴ്സ്. ഓരോ കേസിനും ഇൻഡിവിജ്വലി നമ്മൾ അഡ്രസ് ചെയ്യണം. എല്ലാം ബ്രസ്റ്റ് ക്യാൻസർ അങ്ങനെയല്ല. സോ ഇൻഡിവിജ്വൽ അഡ്രസ് ഈസ് നീഡഡ്. എവറി സ്റ്റോറി ഈസ് യുണീക്ക് ആൻഡ് എവറി ജേർണി മാറ്റേഴ്സ്. സോ നമ്മൾ ബ്രസ്റ്റ് ക്യാൻസറിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് നിങ്ങളെ 2 കേസ് പരിചയപ്പെടുത്താൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഒന്നെന്ന് പറയുന്നത് ഞാൻ പഠിച്ച സമയത്ത് എൻ്റെ കോളേജിലുണ്ടായിരുന്ന ഒരു ഡോക്ടറായിരുന്നു. സോ ഞാൻ 2 കേസ് ഡിസ്കസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു. ഒന്നാമത്തെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു മാഡമാണ്. മാഡം തൃശ്ശൂർ ഗൈനക് ഡിപ്പാർട്ട്മെന്റിലെ സീനിയർ ഒരു ഡോക്ടറായിരുന്നു. പുള്ളിക്കാരി തൃശ്ശൂരിൽ നിന്ന് തന്നെയുള്ള ആളാണ്. 3 കുട്ടികളുണ്ട്, മാരീഡ് ആണ്, ഹസ്ബൻഡ് ഓൾസോ ഡോക്ടർ. വേറെ ബാഡ് ഹാബിറ്റ്സ് ഒന്നുമില്ല, നോൺ സ്മോക്കർ ആണ്, നോൺ ആൽക്കഹോളിക്, ഫാമിലി ഹിസ്റ്ററി ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ ഇല്ല. ആൻഡ് ഷീ പ്രസന്റഡ് വിത്ത് എ ലംപ് ഇൻ ദ ലെഫ്റ്റ് ബ്രസ്റ്റ് ഫോർ 6 months and pain and redness of the breast for 2 months and occasional discharge from the nipple for 1 month. ഇത്രയും നാൾ മാഡം എന്തിനാണ് അത് ആരോടും അത് റിവീൽ ചെയ്തില്ല, ഈവൻ ടു ഹർ ഹസ്ബൻഡ്, ബിക്കോസ് ഹർ സൺ ഈസ് പ്രിപ്പയറിംഗ് ഫോർ ദ മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻസ്. സോ എല്ലാ പ്രിപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞു. കുട്ടിയുടെ എക്സാമും കഴിഞ്ഞിട്ടാണ് മാഡം വർക്കപ്പിലോട്ട് പോയത്. ബൈ ദാറ്റ് ടൈം it goes into the later stage. That is, she is diagnosed as having breast cancer at stage 3B. What happened is കീമോതെറാപ്പിയും റേഡിയേഷൻ തെറാപ്പിയും കൊടുത്തു, മാഡത്തിന് സർജറിയും ചെയ്തു. ബട്ട് ആഫ്റ്റർ 1 year ഷീ ഡെവലപ്ഡ് വിത്ത് സ്പൈൻ മെറ്റ്സ്. അഗെയിൻ റേഡിയേഷൻ തെറാപ്പി കൊടുത്തു, ബട്ട് ലേറ്റർ ഷീ ഡൈഡ്. That is a first case scenario. And second case scenario is the story of, this is my patient, another doctor. She is from Trivandrum, Kerala. She is also non-smoker, non-alcoholic and had no family history.
She had no symptoms at all, but she was on regular follow-up. She had a strong family history. ആ ഡോക്ടറിന്റെ അമ്മയും സഹോദരിയും അമ്മയുടെ ചേച്ചിക്കും ബ്രസ്റ്റ് ക്യാൻസർ ഏർലി ഏജസിൽ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഷി വാസ് ഓൺ റെഗുലർ ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ്. അതുകൊണ്ട് എന്ത് പറ്റി, മാഡത്തിന് സ്ക്രീനിങ് മാമോഗ്രാമിൽ 48 ഇയേഴ്സിൽ ഒരു സസ്പീഷ്യസ് ലീഷൻ കണ്ടുപിടിക്കുകയും മാഡത്തിന് റൈറ്റ് ബ്രസ്റ്റ് ഡക്ടൽ കാർസിനോമ സ്റ്റേജ് 0 ഡയഗ്നോസ് ചെയ്യുകയും ചെയ്തു. ചെറിയൊരു വൈഡ് എക്സിഷൻ ഓഫ് ദ ട്യൂമർ കഴിഞ്ഞിട്ട് മാഡത്തിന് വേറെ ലിംഫ് നോഡ്സ് എല്ലാം നെഗറ്റീവ് ആയിരുന്നു. ആൻഡ് ദ പ്രോഗ്നോസിസ് വാസ് വെരി ഗുഡ്. 100% പ്രോഗ്നോസിസ് വാസ് ദയർ. ഇതാണ് ആ ബ്രസ്റ്റ് ക്യാൻസറിന്റെ സ്റ്റേജ് വൈസ് നമ്മൾ ഡിറ്റക്ട് ചെയ്യാനുള്ള താമസവും ഏർലി ഡിറ്റക്ഷൻ തമ്മിലുള്ള വ്യത്യാസം. ഒരാൾക്ക് അവിടെ ലൈഫ് ലോസ് ആയി, മറ്റേയാൾക്ക് ഒരു ലോങ് ലൈഫ് കിട്ടുകയും ചെയ്തു. ഇതാണ് നമ്മുടെ ഈ ബ്രസ്റ്റ് ക്യാൻസറിനെ പറ്റിയുള്ള അവയർനെസ്സിന്റെയും ഏർലി ഡിറ്റക്ഷന്റെയും ഇമ്പോർട്ടൻസ്. സോ നമുക്ക് നോക്കാം എന്താണ് ബ്രസ്റ്റ് ക്യാൻസറിന്. എല്ലാ ക്യാൻസറിനെയും പോലെ ക്യാൻസർ മീൻസ് വാട്ട്, ഒരു അബ്നോർമൽ ഗ്രോത്ത് ഓഫ് സെൽസ് അല്ലേ. അപ്പൊ ബ്രസ്റ്റ് ക്യാൻസറും അതുപോലെ തന്നെയാണ്. ബ്രസ്റ്റിന്റെ ഉള്ളിൽ അബ്നോർമൽ ഗ്രോത്ത് ഓഫ് സെൽസ്, അത് പൊട്ടൻഷ്യലി സ്പ്രെഡ് ടു അതർ പാർട്സ് ഓഫ് ദ ബോഡി. സോ നമുക്കൊരു ഇൻ ഷോർട്ട് ബ്രസ്റ്റിന്റെ അനാറ്റമി ഒന്ന് നോക്കിയാൽ, ബ്രസ്റ്റിന്റെ ഏറ്റവും ആന്റിയർ ആയിട്ട് നിപ്പിളുണ്ട്, നിപ്പിളിന്റെ ബാക്കിലായിട്ട് ഡക്റ്റുകളുണ്ട്. ആ ഡക്റ്റ് വഴിയാണ് മിൽക്ക് നിപ്പിളിലോട്ട് എത്തുന്നത്. നിപ്പിളിന്റെയും ബാക്കിലായിട്ട് ലോബ്യൂൾസ് ഉണ്ട്, അല്ലെങ്കിൽ ആ ലോബ്യൂൾസ് ആണ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഡക്റ്റിന്റെയും ലോബ്യൂൾസിന്റെയും ഇടയ്ക്കായിട്ട് ഫാറ്റി ടിഷ്യൂസ് ഉണ്ട്, കണക്റ്റീവ് ടിഷ്യൂസ് ഉണ്ട്. അതിന്റെ ബാക്കിലായിട്ട് മസിൽസ് ഉണ്ട്, ഇന്റർകോസ്റ്റൽ മസിൽസ് ഉണ്ട്, പെക്ട്രാലിസ് മസിൽസ് ഉണ്ട്. അതിന്റെയും ബാക്കിലായിട്ട് ബോൺസ് ഉണ്ട്. സോ ബ്രസ്റ്റ് ക്യാൻസർ ആയിട്ട് വരുമ്പം എയ്തർ ഇൻ ദ ഡക്ട് ഓർ ഇൻ ദ ലോബ്യൂൾസ് അബ്നോർമൽ ഗ്രോത്ത് ഓഫ് സെൽസ് ഉണ്ടാവുന്നു. അത് വിച്ച് ലേറ്റർ ലീഡ്സ് ടു അതർ പാർട്സ് ഓഫ് ദ ബോഡി. അത് ബ്രസ്റ്റിന് ഇമ്മീഡിയറ്റ് നിയർ ബൈ സ്ട്രക്ചേഴ്സ്, അതായത് ബ്രെയിൻ ആവാം, ലങ്സ് ആവാം, ലിവർ ആവാം, അല്ലെങ്കിൽ ബോൺസ് ആവാം. ഈ സ്ഥലത്തോട്ടൊക്കെയാണ് യൂഷ്വലി ബ്രസ്റ്റ് ക്യാൻസർ സ്പ്രെഡ് ചെയ്യുന്നത്. സോ ബ്രസ്റ്റ് ക്യാൻസറിന്റെ ഗ്ലോബൽ സ്റ്റാറ്റിസ്റ്റിക്സിനെ പറ്റി നോക്കുവാണെങ്കിൽ, നമ്മുടെ മോഡറേറ്റർ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഓൾമോസ്റ്റ് 157 കൺട്രീസിലും ഏറ്റവും കോമൺലി വിമനിൽ ഡയഗ്നോസ് ചെയ്യുന്ന ക്യാൻസർ എന്ന് പറയുന്നത് ബ്രസ്റ്റ് ക്യാൻസർ ആണ്. അത് 2022 WHO സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരമുള്ള കണക്കാണ്. മോസ്റ്റ് കോമൺലി ഡയഗ്നോസ് ക്യാൻസർ ഇൻ വിമൻ. And in 2022, almost 2.3 million new cases were there, and about 67,000 deaths occurred from breast cancer globally. And a small percentage, about 0.5 to 1% of breast cancer occur in men. And if this current trends continue, by 2050, the annual new cases will be 1.1 million per year. And deaths 1.1 million per year. ആൻഡ് നമ്മൾ ഗ്ലോബലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചൈനയിലാണ് ഏറ്റവും കൂടുതൽ ഇൻസിഡൻസ് റേറ്റ്. ആൻഡ് അതിന്റെ തൊട്ട് പുറകിലായിട്ട് തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഉണ്ട്. യൂഷ്വലി ഡെവലപ്ഡ് കൺട്രീസിലാണ് കൂടുതൽ ഇൻസിഡൻസ് റേറ്റ്, ബട്ട് ഡെത്ത് റേറ്റ് അവിടെ കുറവായിരിക്കും. പക്ഷെ ഡെവലപ്പിംഗ് കൺട്രീസിൽ ഇൻസിഡൻസ് റേറ്റ് കുറവാണെങ്കിലും ഡെത്ത് റേറ്റ് കൂടുതലായിരിക്കും. അത് ആ ഏർലി ഡിറ്റക്ഷന്റെ കുറവ് കൊണ്ടാണ്. ഇനി നമുക്ക് ഇന്ത്യയിലെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ത്യയിലും ഏറ്റവും കോമൺ ക്യാൻസർ വിമനിൽ ഡയഗ്നോസ് ചെയ്യുന്ന ഏറ്റവും കോമൺ ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണ്. 2022 ഓൾമോസ്റ്റ് 1,92,000 ന്യൂ കേസസ് ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 98,000 ഡെത്ത്സും ഉണ്ടായിരുന്നു. ഇത് is the leading cancer cause of death among women. വിമൻ ക്യാൻസർ കാരണം മരിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ബ്രസ്റ്റ് ക്യാൻസർ ആണ്. സോ നമുക്ക് നോക്കുവാണെങ്കിൽ 2020 ഏജ് അഡ്ജസ്റ്റഡ് ഇൻസിഡൻസ് റേറ്റും ഏജ് അഡ്ജസ്റ്റഡ് ഡെത്ത് റേറ്റും നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഇൻസിഡൻസ് റേറ്റും ഡെത്ത് റേറ്റും. അതായത് ഇൻസിഡൻസ് റേറ്റ് നാഷണലി 31.3 per 1 lakh women ആണെങ്കിൽ അത് കേരളത്തിലെ അറൌണ്ട് 45 പോലെയാണ്. ആൻഡ് ഡെത്ത് റേറ്റ് ഓൾസോ നാഷണലി 11.7 ആണ്. ഇൻ കേരള ഇറ്റ് ഈസ് 70. ആൻഡ് സദേൺ കൺട്രീസ്, ഇന്ത്യയിലെ സദേൺ സ്റ്റേറ്റ്സിൽ കേരള, ആന്ധ്രാപ്രദേശ്, കർണാടക, തെലങ്കാന, തമിഴ്നാട്, അവരൊക്കെ ഹൈ ഇൻസിഡൻസ് സ്റ്റേറ്റ്സ് ആണ്. ഓൾസോ പഞ്ചാബ് ഓൾസോ. സോ ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം, കൂടുതൽ ഡാർക്ക് ചെയ്ത് കിടക്കുന്ന ഏരിയാസ്, ഈ സ്റ്റേറ്റ്സ് എല്ലാം ഹൈ ഇൻസിഡൻസ് ഉള്ള സ്റ്റേറ്റ്സ് ആണ്. ഈ സദേൺ മോസ്റ്റ് സ്റ്റേറ്റ്സ്, ഓൾസോ പഞ്ചാബ്. പിന്നെ മെട്രോപൊളിറ്റൻ സിറ്റീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കാണാം നമുക്ക്. ഡൽഹി ആയാലും ഹൈദരാബാദിലൊക്കെ ഹൈ ഇൻസിഡൻസ് റേറ്റ് ഉള്ള സ്റ്റേറ്റ്സ് ആണ്.
ഇനി നമുക്ക് കുറച്ച് ബ്രസ്റ്റ് ക്യാൻസറിനെ പറ്റിയുള്ള കുറച്ച് മിത്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. വെറുതെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്ന കുറച്ച് മിത്സ് ഉണ്ട്. അത് ശരിക്കും പ്രൂവൺ അല്ല. അതെന്താന്ന് നോക്കിയാൽ ഓൾ ബ്രസ്റ്റ് ക്യാൻസേഴ്സ് ആർ സെയിം. രണ്ട് ഓരോ എല്ലാവർക്കും വരുന്ന ബ്രസ്റ്റ് ക്യാൻസർ അല്ലേ, അങ്ങനെയല്ല. എല്ലാ ബ്രസ്റ്റ് ക്യാൻസറും ഡിഫറെന്റ് ആണ്. ദർ ആർ ടൈപ്സിന് ഡിഫറെന്റ് ഉണ്ട്, ടിഷ്യൂ ടൈപ്സിന് ഡിഫറൻസ് ഉണ്ട്. സോ ഓരോന്നിനെയും ഇൻഡിവിജ്വലി അഡ്രസ് ചെയ്യണം. ഓരോന്നിനെയും വർക്കപ്പിന് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് എല്ലാ ബ്രസ്റ്റ് ക്യാൻസേഴ്സും സെയിം അല്ല. എ ലംപ് ഇൻ ദ ബ്രസ്റ്റ് ഓൾവേസ് മീൻസ് ക്യാൻസർ. ഒരു ബ്രസ്റ്റിൽ ഒരു ലംബ് കണ്ടു എന്ന് വെച്ചിട്ട് അത് ഒരിക്കലും എപ്പോഴും ക്യാൻസർ ആവണമെന്നില്ല. അതുപോലെ തന്നെ ഒരു ഓൾ ബ്രസ്റ്റ് ലംസ് ആർ ക്യാൻസേഴ്സ്. എല്ലാ ലംസും ക്യാൻസർ അല്ലതാണ്. ഓൺലി വിമൻ ഗെറ്റ് ബ്രസ്റ്റ് ക്യാൻസർ. ബ്രസ്റ്റ് ക്യാൻസർ വിമനിൽ മാത്രമേ വരത്തുള്ളൂ എന്നുള്ള ഒരു പൊതുവെ ധാരണയുണ്ട്. പക്ഷെ ഓൾമോസ്റ്റ് 1% ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ ഒക്കർ ഇൻ മെൻ ഓൾസോ. ബ്രസ്റ്റ് ക്യാൻസർ ഓൺലി അഫക്ട്സ് ഓൾഡർ വിമൻ. പണ്ടൊക്കെ നമ്മൾ പറയായിരുന്നു പ്രായമായി കഴിഞ്ഞാലേ ബ്രസ്റ്റ് ക്യാൻസർ വരുവുള്ളൂ. അങ്ങനെയല്ല, ഇപ്പോൾ യങ് ഏജിലും ബ്രസ്റ്റ് ക്യാൻസർ വരുന്നുണ്ട്. 25 തൊട്ടുള്ള ഏജസ് 20s മുതലേ ബ്രസ്റ്റ് ക്യാൻസർ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. ഇഫ് നോ വൺ ഇൻ മൈ ഫാമിലി ഹാസ് ബ്രസ്റ്റ് ക്യാൻസർ ഐ വോണ്ട് ഗെറ്റ് ഇറ്റ്. ഫാമിലി ഹിസ്റ്ററി ഇല്ല എന്നുണ്ടെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ കിട്ടില്ല എന്നുള്ളൊരു മിത്തുണ്ട്. അങ്ങനെയില്ല. വളരെ കുറച്ച് പെർസെൻറ്റേജ് ഓഫ് ഓൾമോസ്റ്റ് 10% ഒക്കെ ഉള്ളൂ ഫാമിലി ഇൻഹെറിറ്റഡ് ആയിട്ട് വരുന്നത്. ബാക്കിയൊക്കെ അല്ലാത്ത റീസൺസ് കൊണ്ടാണ് വരുന്നത്. കൺസ്യൂമിങ് ടു മച്ച് ഷുഗർ കോസസ് ബ്രസ്റ്റ് ക്യാൻസർ. ഒരുപാട് ഷുഗർ കഴിച്ചാൽ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാവും. അങ്ങനത്തെ ഒരു കോമൺ മിത്താണ്. അത് ഷുഗർ കൂടുതൽ കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ഒബീസിറ്റി ഡയറക്റ്റ് കോസ് ഒന്നുമില്ല ബ്രസ്റ്റ് ക്യാൻസറിന്, കുറച്ച് ഇൻഡയറക്റ്റ് കോസ് ഉണ്ട് എന്നേ ഉള്ളൂ. ദെൻ മാമോഗ്രാംസ് കോസ് ബ്രസ്റ്റ് ക്യാൻസർ. മാമോഗ്രാമിൽ നമ്മുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ക്രീനിങ് ടൂളാണ് മാമോഗ്രാം എന്ന് പറയുന്നത്. പക്ഷെ അത് ഒരിക്കലും പൊതുവേ ഉള്ളൊരു മിത്താണ്. മാമോഗ്രാമിൽ നിന്ന് ഒരുപാട് റേഡിയേഷൻ കിട്ടും, ദാറ്റ് ഇറ്റ് സെൽഫ് കോസ് ബ്രസ്റ്റ് ക്യാൻസറിന്. അങ്ങനെയല്ല. ബ്രസ്റ്റ് ക്യാൻസർ വളരെ ചെറിയൊരു റേഡിയേഷൻ മാത്രമേ മാമോഗ്രാം വഴി കിട്ടുന്നുള്ളൂ. അതിന്റെ മെറിറ്റ് വേഴ്സസ് ഡീമെറിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡീമെറിറ്റ് കമ്പയറബിളേ അല്ല. സോ വെയറിങ് അണ്ടർ വയർ ബ്രാസ് കോസസ് ബ്രസ്റ്റ് ക്യാൻസർ. അത് നമുക്ക് ഒരുപാട് സൈറ്റ്സിലൊക്കെ കാണാം. അടിയിൽ അണ്ടർ വയറുള്ള ബ്രാസ് ഉപയോഗിച്ചാൽ ഒരുപാട് ടൈറ്റ് ആയി ബ്രസ്റ്റ് ക്യാൻസർ വരും. അങ്ങനെയൊന്നും ഇതുവരെ ഒരു സ്റ്റഡീസ് ഒന്നും ഫൈൻഡിങ്സ് കണ്ടുപിടിച്ചിട്ടില്ല, മെയിൻ ആയിട്ടുള്ള സ്റ്റഡീസ് ഒന്നും. സോ വാട്ട് കോസസ് ബ്രസ്റ്റ് ക്യാൻസർ? എന്താണ് നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാവുന്നത്? എല്ലാ ക്യാൻസറിനെയും പോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസറും കുറച്ച് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് കമ്പൈൻ ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ബ്രസ്റ്റ് ക്യാൻസറും ഉണ്ടാവുന്നത്. എല്ലാ ക്യാൻസറുകളെയും പോലെ കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ഫാക്ടേഴ്സ്, നമ്മുടെ ജീവിത ശൈലി കാരണം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കുറച്ച് ഫാക്ടേഴ്സ്, പിന്നെ കുറച്ച് ഹോർമോണൽ ചേഞ്ചസ്, ദെൻ ജീൻ മ്യൂട്ടേഷൻസ്. ഈ ജീൻ മ്യൂട്ടേഷൻസ് ഒന്നുകിൽ നമുക്ക് ഇൻഹെറിറ്റഡ്, നമ്മൾ ജനിക്കുമ്പോഴേ നമ്മൾ ജീൻ മ്യൂട്ടേഷൻസ് ആയിട്ട് ജനിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കാരണം നമ്മൾ അക്വയർ ചെയ്യുന്ന ജീൻ മ്യൂട്ടേഷൻസ്. സോ നമുക്ക് ആ റിസ്ക് ഫാക്ടേഴ്സ് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. എന്നാൽ മാത്രമേ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാനും ഏർലി ഡിറ്റക്ട് ചെയ്യാനും പറ്റുള്ളൂ. സോ ഞാൻ ഈ ബ്രസ്റ്റ് ക്യാൻസർ റിസ്ക് ഫാക്ടറിനെ 4 ഹെഡിങ്സിന്റെ അടിയിൽ ഡീറ്റെയിൽ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ബ്രസ്റ്റ് ക്യാൻസർ റിസ്ക് ഫാക്ടേഴ്സ്. അത് മോഡിഫയബിൾ ആണ്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ കാരണം നമുക്ക് ഉണ്ടാകുന്ന റിസ്ക് ഫാക്ടേഴ്സ്. രണ്ടാമത്തത് ബ്രസ്റ്റ് ക്യാൻസർ റിസ്ക് ഫാക്ടേഴ്സ് ദാറ്റ് യു കനോട്ട് ചേഞ്ച്, നോൺ മോഡിഫയബിൾ ആണ്. നമുക്ക് അത് ബൈ ലൈഫ് നമുക്ക് കിട്ടുന്ന കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. മൂന്നാമത്തത് ഫാക്ടേഴ്സ് വിത്ത് അൺക്ലിയർ എഫക്ട്സ് ഓൺ ബ്രസ്റ്റ് ക്യാൻസർ റിസ്ക്. കുറച്ച് സ്റ്റഡീസ് ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്, എന്നാൽ അതൊരു ഫൈൻഡിങ് ആക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ആക്കാൻ പറ്റാത്ത അൺക്ലിയർ എഫക്ട്സ് ഉള്ള കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ്. നാലാമത്തത് ഡിസ്പ്രൂവൺ ഓർ കോൺട്രവേഴ്സ്യൽ, ഇപ്പോഴും കോൺട്രവേഴ്സി കിടക്കുന്ന കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ്. സോ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് റിസ്ക് ഫാക്ടേഴ്സിനെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തത് ആൽക്കഹോൾ കൺസംഷൻ. ആൽക്കഹോൾ കൺസംഷന് ഡയറക്ട്ലി ലിങ്ക് ഉണ്ട് ബ്രസ്റ്റ് ക്യാൻസറുമായിട്ട്. അതായത് എത്രത്തോളം ആൽക്കഹോൾ ഒരാൾ എടുക്കുന്നോ അത്രത്തോളം റിസ്ക് കൂടിക്കൊണ്ടിരിക്കും. ഒരു 1 ഡ്രിങ്ക് പെർ ഡേ എടുക്കുന്ന ഒരു വിമന് 10% റിസ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ 2 to 3 ഡ്രിങ്ക്സ് എടുക്കുന്നവർക്ക് അതിന്റെ ഡബിൾ ആയിരിക്കും റിസ്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ളത്. സോ അവോയ്ഡ് ആൽക്കഹോൾ. ഓവർ വെയിറ്റ് ഓർ ഒബിസിറ്റി, നോട്ട് ബീങ് ഫിസിക്കലി ആക്റ്റീവ്. ഇപ്പോൾ ഒരുപാട് ദാറ്റ് ഇസ് മെയിൻലി ഫോർ വിമൻ ആഫ്റ്റർ മെനപ്പോസ് കഴിഞ്ഞിട്ട് ഒബിസിറ്റി അല്ലെങ്കിൽ ഫിസിക്കലി ഇനാക്റ്റീവ് ആവുമ്പോഴത്തേക്കും അവരുടെ ബോഡി ഒരുപാട് വെയിറ്റ് ഗെയിൻ ഉണ്ടാവും. അപ്പോൾ നമുക്കറിയാം മെനപ്പോസിന് മുന്നേ നമ്മുടെ ബോഡിയിൽ ഈസ്ട്രജൻ ഉണ്ടാക്കുന്നത് ഓവറീസ് ആണ്. മെനപ്പോസിന് ശേഷം ഈസ്ട്രജൻ ഉണ്ടാക്കുന്നത് നമ്മുടെ ബോഡിയിലെ ഫാറ്റ് ടിഷ്യൂ ആണ്. അപ്പൊ ഈ ഈസ്ട്രജനും ബ്രസ്റ്റ് ക്യാൻസറുമായിട്ട് ഒരു
റിലേഷൻ ഉണ്ട്. ഈസ്ട്രജൻ കൂടുന്നതനുസരിച്ച് ബ്രസ്റ്റ് ക്യാൻസറിന്റെ റിസ്ക് കൂടും. അപ്പോൾ മെനപ്പോസിന് ശേഷം നമ്മൾ വെയിറ്റ് ഗെയിൻ ചെയ്താൽ ഒരുപാട് ഫാറ്റ് ടിഷ്യൂസ് ഉണ്ടാവുകയും ഒരുപാട് ഈസ്ട്രജൻ ബോഡിയിൽ റിലീസ് ചെയ്യുകയും നമ്മുടെ ബ്രസ്റ്റ് ക്യാൻസറിന്റെ റിസ്ക് കൂടുകയും ചെയ്യും. അതേ റാഷണൽ ആണ്. ഫിസിക്കലി ഇനാക്റ്റീവ് ആയാലും ബോഡി തടി വെക്കും, ഫാറ്റ് ടിഷ്യൂസ് കൂടും, ഈസ്ട്രജൻ റിലീസ് കൂടും. ദെൻ നോട്ട് ഹാവിങ് ചിൽഡ്രൻ, നോട്ട് ബ്രസ്റ്റ് ഫീഡിങ്. ഇതിന് രണ്ടിനും ഒരേ, നോട്ട് ഹാവിങ് ചിൽഡ്രൻ മീൻസ് ലൈഫ് ടൈമിൽ ഇതുവരെയും കുട്ടികൾ ഇല്ലാത്തവർ, അല്ലെങ്കിൽ 30 ഇയേഴ്സിന് മുന്നേ ആയിട്ട് ഫസ്റ്റ് ബേബി ഡെലിവറി ചെയ്യാത്തവർ, അതിനെ നമുക്ക് നോട്ട് ഹാവിങ് ചിൽഡ്രന്റെ കൂട്ടത്തിലാണ് പെടുത്തുന്നത്. നോട്ട് ബ്രസ്റ്റ് ഫീഡിങ്, ഇതുവരെ ഒരിക്കലും ബ്രസ്റ്റ് ഫീഡ് അതായത് കുട്ടികൾ ഇല്ലാത്തവർ, അല്ലാന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 ഇയർ എങ്കിലും കണ്ടിന്യൂസ് ബ്രസ്റ്റ് ഫീഡിങ് നടത്താത്തവർ, ഇവർക്ക് രണ്ട് കൂട്ടർക്കും ബ്രസ്റ്റ് ക്യാൻസറിന്റെ ഒരു റിസ്ക് ഉണ്ട്. ബിക്കോസ് ഈ ബ്രസ്റ്റ് ഫീഡിങ്, പ്രഗ്നൻസി ഒക്കെ ഈ ബ്രസ്റ്റിനകത്തൊരു പ്രൊട്ടക്റ്റീവ് ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ട്, ഹോർമോണൽ ചേഞ്ചസും ഫിസിക്കൽ ചേഞ്ചസ് ഒക്കെ വഴി. അപ്പൊ ഇത് ചെയ്തിട്ടില്ലാത്തവർക്ക് ആ പ്രൊട്ടക്റ്റീവ് എഫക്റ്റ് ഇല്ല. അപ്പോൾ കാർസിനോജൻസ് ബ്രസ്റ്റിൽ ആക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. സോ ബർത്ത് കൺട്രോൾ മെഷേഴ്സ്, അതായത് നമ്മൾ കോപ്പർ ടീ അല്ലെങ്കിൽ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഹോർമോണൽ ഷോട്ട്സ്, ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഷോട്ട്സ്, അങ്ങനെയൊക്കെ നമ്മൾ ഹോർമോണൽ ട്രീറ്റ്മെന്റ് എടുക്കുമ്പം ഇൻഡയറക്ട്ലി ദേ ആർ അറ്റ് റിസ്ക് ഫോർ ഡെവലപ്പിംഗ് ബ്രസ്റ്റ് ക്യാൻസർ. ദെൻ മെനപ്പോസൽ ഹോർമോണൽ തെറാപ്പി, അതായത് മെനപ്പോസിന് ശേഷം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടാവും, സിംറ്റംസ് ഒക്കെ റിലീവ് ചെയ്യാനായിട്ട് ഒന്നുകിൽ ഹോർമോൺ തെറാപ്പി എടുക്കുക, അല്ലെങ്കിൽ ഓസ്റ്റിയോപോറോസിസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഹോർമോൺ തെറാപ്പി എടുക്കുക. അപ്പോഴൊക്കെ ദേ ആർ അറ്റ് റിസ്ക് ഫോർ ഡെവലപ്പിംഗ് ബ്രസ്റ്റ് ക്യാൻസർ. ദെൻ ബ്രസ്റ്റ് ഇംപ്ലാന്റ്സ്, അതായത് ബ്രസ്റ്റ് സൈസ് കൂട്ടാൻ വേണ്ടിയിട്ട് ബ്രസ്റ്റ് ഇംപ്ലാന്റ്സ്, സർജിക്കലി പുറമേ വെക്കുന്ന ഇംപ്ലാന്റ്സ് അല്ല, സർജിക്കലി ബ്രസ്റ്റിനകത്ത് ഫിറ്റ് ചെയ്യുന്ന ബ്രസ്റ്റ് ഇംപ്ലാന്റ്സ്, ഒന്നുകിൽ സർജറിക്ക് ശേഷം വെക്കുന്നത്, അല്ലെങ്കിൽ ബ്രസ്റ്റ് സൈസ് കൂട്ടാൻ, അല്ലെങ്കിൽ ബ്രസ്റ്റിന്റെ ഷേപ്പ് വെക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ വെക്കുന്ന ബ്രസ്റ്റ് ഇംപ്ലാന്റ്സ് ഓൾസോ ആർ ഹാവിംഗ് എ റിസ്ക് ഫോർ ഡെവലപ്പിംഗ് ബ്രസ്റ്റ് ക്യാൻസർ. ഇതൊക്കെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ്. ഓൾ ദീസ് ആർ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ്. നമുക്കത് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം, ആ റിസ്ക് നമുക്ക് ഒഴിവാക്കുകയും ചെയ്യാം. സെക്കൻഡ് വൺ ഈസ് നോൺ മോഡിഫൈബിൾ, അതായത് ബൈ ബർത്ത് നമുക്ക് ആ റിസ്ക് കിട്ടുന്നുണ്ട്. അതായത് ഫീമെയിൽ സെക്സ് മീൻസ് ഫീമെയിലാണ് ഏറ്റവും കൂടുതൽ റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് ബ്രസ്റ്റ് ക്യാൻസർ. മെന്നിൽ ഒരു 1% ചാൻസ് ഓഫ് ബ്രസ്റ്റ് ക്യാൻസറേ ഉള്ളൂ. രണ്ടാമത്തത് ഗെറ്റിംഗ് ഓൾഡർ, ബീയിങ് ടോളർ, അതായത് ഓൾഡറിന് നമ്മൾ പറഞ്ഞു, ഓൾഡ് ഏജ് ആകുമ്പോഴത്തേക്കും ഈ മെനപ്പോസിന് ശേഷം തടി വെക്കുന്നതും ഫിസിക്കലി ഇനാക്റ്റീവ് ഒക്കെ ആവുമ്പോൾ ദേ ആർ അറ്റ് ഹാവിങ് ഈസ്ട്രജന്റെ പ്രൊഡക്ഷൻ കൂടി, ദേ ആർ അറ്റ് റിസ്ക് ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ. ടോളർ, ഒരുപാട് സ്റ്റഡീസ് കണ്ടിട്ടുണ്ട്, ടോൾ വിമനിൽ കൂടുതൽ ബ്രസ്റ്റ് ക്യാൻസർ വരുന്നതായിട്ട്. അതിന്റെ റാഷണൽ ഒന്നും കംപ്ലീറ്റ്ലി കണ്ടുപിടിച്ചിട്ടില്ല, മേ ബി ന്യൂട്രീഷണൽ ഓർ ജനറ്റിക് ഫാക്ടേഴ്സ് ഒക്കെ ആയിരിക്കാം. മൂന്നാമത്തതായിട്ട് പറയുന്നത് ഇൻഹെറിറ്റിംഗ് സർട്ടൻ ജീൻ ചേഞ്ചസ്. മെയിൻലി ഏത് ജീനിലുള്ള ചേഞ്ച് ആണെന്ന് ചോദിച്ചാൽ BRCA1 ആൻഡ് BRCA2, അതായത് BRCA1 ആൻഡ് BRCA2, ഈ ജീൻസ് എല്ലാവരിലും കോമൺ ആയിട്ടുണ്ട്. അത് DNA റിപ്പയറിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന, നോർമൽ സെൽ ഗ്രോത്തിനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ജീനാണ്. അപ്പോൾ ഇത് മ്യൂട്ടേറ്റഡ് ആയിട്ട് ഇൻഹെറിറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അബ്നോർമൽ സെൽസ് പ്രൊഡക്ഷൻ ഉണ്ടാവും. ഇത് 1 പാരന്റിൽ നിന്ന് മ്യൂട്ടേറ്റഡ് ജീൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു 10% റിസ്ക് ഉണ്ടെങ്കിൽ, 2 സൈഡിൽ നിന്നും, ബോത്ത് മദർ ആൻഡ് ഫാദർ സൈഡിൽ നിന്ന് നമുക്ക് മ്യൂട്ടേറ്റഡ് ജീൻ ആണ് കിട്ടിയിട്ടുള്ളെങ്കിൽ ഡബിൾ റിസ്ക് ആണ്. ഫാമിലിയൽ ഹിസ്റ്ററി ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ. ഓക്കെ, ദെൻ പേഴ്സണൽ ഓർ ഫാമിലി ഹിസ്റ്ററി ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ. അതായത് പേഴ്സണൽ ഹിസ്റ്ററി എന്ന് വെച്ചാൽ ഒരു ബ്രസ്റ്റിൽ ഒരാൾക്ക് ഒരു ബ്രസ്റ്റ് ക്യാൻസർ വന്നിട്ടുണ്ട്, അതേ ബ്രസ്റ്റിൽ വീണ്ടും വരാനുള്ളതും അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ വീണ്ടും വരാനുള്ള റിസ്ക് വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ, വെരി ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ്, അതായത് അമ്മ, സഹോദരി, അതല്ലാന്നുണ്ടെങ്കിൽ മകൾ, ഇവരിൽ ആർക്കെങ്കിലും ബ്രസ്റ്റ് ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു ഡബിൾ ഫോൾഡ് ആണ് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള ഹിസ്റ്ററി. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ ഹൈ റിസ്ക് പീപ്പിൾ ആണ്. ദെൻ റേസ് ആൻഡ് എത്തനിസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തതുപോലെ അമേരിക്കൻ വിമനിലെ, വൈറ്റ് വിമനിലൊക്കെ ആയിരുന്നു കൂടുതലായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. അതേപോലെ ആഫ്രിക്കൻ വിമനെ കമ്പയർ ചെയ്യുമ്പം അമേരിക്കൻ വിമനിലൊക്കെയാണ് കൂടുതലും ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ദെൻ ഡെൻസ് ബ്രസ്റ്റ് ടിഷ്യൂ, അതായത് ഡെൻസ് ബ്രസ്റ്റ് ടിഷ്യൂ എന്ന് വെച്ചാൽ ബ്രസ്റ്റിലെ ഫാറ്റ് ടിഷ്യൂസ് കുറഞ്ഞിട്ട് ബ്രസ്റ്റിന്റെ ഫൈബ്രസ് ടിഷ്യൂസ് ഒക്കെ ഒരുപാടുള്ളവർക്ക്, അത് ഇൻബിൽറ്റ് ആയിട്ട് ജനറ്റിക് ആയിട്ട് കിട്ടുന്നതാണ്, അങ്ങനെയുള്ളവർക്ക് കൂടുതൽ റിസ്ക് ആണ്. ഹാവിങ് സർട്ടൺ ബിനൈൻ ബ്രസ്റ്റ് കണ്ടീഷൻസ്, അതായത്
ദിസ് ഫൈബ്രോമ, അങ്ങനത്തെ പാപ്പിലോമ, അങ്ങനത്തെയൊക്കെ കുറച്ച് ബിനൈൻ ബ്രസ്റ്റ് കണ്ടീഷൻസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് അത് ലേറ്റർ മാലിഗ്നന്റ് ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ഏർലി മെൻസ്ട്രൽ പീരീഡ്, അതായത് ഏർലി മെൻസ്ട്രൽ പീരീഡും ലേറ്റ് മെനോപോസും. ഏർലി മെൻസ്ട്രേഷൻ മുന്നേ ആയാലും മെനോപോസ് ലേറ്റ് ആയിട്ടായാലും നമ്മുടെ ഈസ്ട്രജനുമായിട്ടുള്ള ആ ഒരു ഈസ്ട്രജൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടായിരിക്കുന്ന ടൈം പീരീഡ് കൂടുതലായിരിക്കും. സോ ദേ ആർ അറ്റ് റിസ്ക് ഫോർ ഡെവലപ്പിംഗ് ബ്രസ്റ്റ് ക്യാൻസർ. ഹാവിങ് റേഡിയേഷൻ ടു ദ ചെസ്റ്റ്, അതായത് ബ്രസ്റ്റ് ക്യാൻസർ അല്ലാതെ മറ്റെന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ചെസ്റ്റ് വോളിൽ റേഡിയേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് ലിംഫോമ അല്ലെങ്കിൽ നമ്മുടെ ചെസ്റ്റിലുള്ള മറ്റെന്തെങ്കിലും ട്യൂമേഴ്സ്, അതിനൊക്കെ വേണ്ടിയിട്ട് ചെസ്റ്റ് വോളിൽ റേഡിയേഷൻ തെറാപ്പി എടുത്തവർക്ക് ഫ്യൂച്ചറിൽ അത് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാവാനുള്ള റിസ്ക് ഉണ്ട്. എടുത്തവർ മീൻസ് ഏർലി ഏജിൽ, അവരുടെ ടീനേജ് അല്ലെങ്കിൽ ലെസ് ദാൻ 20 ഇയേഴ്സ് ഏജിൽ അല്ലെങ്കിൽ 30 ഇയേഴ്സ് ഏജ് ഓഫ് ഏജിലൊക്കെ ബ്രസ്റ്റ് ടിഷ്യൂ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് റേഡിയേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ദേ ആർ അറ്റ് മോർ റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് ബ്രസ്റ്റ് ക്യാൻസർ. ദെൻ എക്സ്പോഷർ ടു ഡൈഇഥൈൽ സ്റ്റിൽബെസ്ട്രോൾ. ഈ ഡൈഇഥൈൽ സ്റ്റിൽബെസ്ട്രോൾ എന്ന് പറയുന്നത് ഒരു ഡ്രഗാണ്. അത് 1980s 70s 80s അബോർഷൻ മിസ്കാരിയേജ് ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിമന് കൊടുത്തോണ്ടിരുന്ന ഒരു ഡ്രഗ് ആയിരുന്നു ഈ ഡൈഇഥൈൽ സ്റ്റിൽബെസ്ട്രോൾ. അപ്പോൾ ആ ഡ്രഗ് എടുത്തിട്ടുള്ള ലേഡീസും അതേപോലെ അവർ ക്യാരി ചെയ്തുകൊണ്ടിരുന്ന കുട്ടികളിലും ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാവാനുള്ള ഹൈ റിസ്ക് ഉണ്ട്. ഇതൊക്കെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റാത്ത റിസ്ക് ഫാക്ടേഴ്സ് ആണ്. സോ ഇറ്റ് ഈസ് നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ്. So third one is factors with unclear effects on breast cancer റിസ്ക്. അതായത് ഇനഫ് എവിഡൻസ് ഇല്ല, ബട്ട് സം സ്റ്റഡീസിൽ നമ്മൾ കോമൺലി കാണുന്ന ഇവരിൽ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാവും. അങ്ങനെയുള്ള കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തത് ഡയറ്റ് ആൻഡ് വൈറ്റമിൻസ്. ഡയറ്റ് ആൻഡ് വൈറ്റമിൻസ് എന്ന് വെച്ചാൽ ഹൈ ഫാറ്റ് ഡയറ്റ് എടുക്കുന്നവരിൽ, അല്ലെങ്കിൽ റെഡ് മീറ്റ് ഒരുപാട് കഴിക്കുന്നവരിൽ, പ്രോസസ്ഡ് മീറ്റ് കഴിക്കുന്നവരിൽ, അങ്ങനെയൊക്കെ ഉള്ളവരിൽ ബ്രസ്റ്റ് ക്യാൻസർ കൂടുതലായിട്ട് ഉണ്ടാവുന്നതായിട്ട് സ്റ്റഡീസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാവുന്നു എന്ന് ഇനഫ് സ്റ്റഡീസ് ഇല്ല. അതേപോലെ വൈറ്റമിൻസ്, ചില ഡയറ്ററി സപ്ലിമെന്റ്സ് വൈറ്റമിൻസ് കഴിച്ചാൽ ബ്രസ്റ്റ് ക്യാൻസർ പ്രിവെന്റ് ചെയ്യാം, അങ്ങനെയൊന്നും ഇതുവരെയും പ്രൂവ് ചെയ്തിട്ടില്ല. ഇനി രണ്ടാമത്തെ ഒരെണ്ണം കെമിക്കൽസ് ഇൻ ദ എൻവയോൺമെന്റ് ഇൻ ദ സെൻസ് നമ്മുടെ ബോഡിയുടെ എൻവയോൺമെന്റിൽ ടച്ച് ചെയ്യാൻ സാധ്യതയുള്ള കെമിക്കൽസ്. അത് പലതാവാം. അതായത് നമ്മുടെ പ്ലാസ്റ്റിക്കിന്റെ യൂസ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ കെയർ പ്രോഡക്ട്സ്, കോസ്മെറ്റിക്സ്, പെസ്റ്റിസൈഡ്സ്, അങ്ങനത്തെയൊക്കെയുള്ള സാധനങ്ങൾ നമ്മുടെ ബോഡിയിലുമായിട്ട് എക്സ്പോഷർ വരുന്ന കെമിക്കൽസ് ആണ്. ഇതൊക്കെ ക്യാൻസർ ഉണ്ടാക്കാം, പക്ഷെ അതിനുള്ള കൃത്യമായ എവിഡൻസ് ഇല്ല. അതുകൊണ്ട് നമ്മൾ കോസ്മെറ്റിക്സ് ഒക്കെ വാങ്ങുമ്പോൾ കോസ്മെറ്റിക്സിൽ മിക്കതിലും ചിലപ്പോൾ പാരബിൻ, അതുപോലെ താലേറ്റ്, അങ്ങനെയൊക്കെ പറഞ്ഞ കെമിക്കൽസ് ഉണ്ട്. നമ്മൾ ലുക്കീമിയൊക്കെ പറയുമ്പോൾ ബെൻസീൻ പറയുന്നത് പോലെ ബ്രസ്റ്റ് ക്യാൻസർ പറയുമ്പോൾ നമ്മുടെ കോസ്മെറ്റിക് പ്രോഡക്ട്സിലൊക്കെ പാരബീൻസും താലേറ്റ്സും ആഡ് ചെയ്ത ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള ഒരുപാട് കോസ്മെറ്റിക് പ്രോഡക്ട്സ് ഒക്കെ ഉണ്ട്. അത് ഈ പാരബിൻസ് ഒക്കെ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാക്കുന്നതായിട്ട് കുറച്ച് സ്റ്റഡീസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത് സെലക്ട് ചെയ്യുമ്പോൾ പാരബിൻ ഫ്രീ ആണോ നമ്മൾ വാങ്ങുന്ന കോസ്മെറ്റിക് പ്രോഡക്റ്റ് ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്താൽ നന്നായിരിക്കും. ദെൻ ടൊബാക്കോ സ്മോക്ക്. അപ്പോൾ സ്മോക്കിങ്ങും ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാക്കുന്നതായിട്ട് സ്റ്റഡീസ് കണ്ടെത്തിയിട്ടുണ്ട്. സോ നൈറ്റ് ഷിഫ്റ്റ് വർക്ക് നമുക്കറിയാം, നഴ്സസിന് കൂടുതൽ റിസ്ക് ആണ്. രാത്രി സമയത്ത് വർക്ക് ചെയ്യുന്നവരുടെ അവരുടെ ലൈറ്റിന്റെ എക്സ്പോഷർ ആണോ, ഹോർമോണൽ ചേഞ്ചസ് ആണോ, ഇതിന്റെ കൃത്യമായ റാഷണൽ കണ്ടുപിടിച്ചിട്ടില്ല. അത് ഇൻഡയറക്ട്ലി ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാക്കുന്നതായിട്ട് സ്റ്റഡീസ് കണ്ടിട്ടുണ്ട്. സം ഡിസ്പ്രൂവൻ ഓർ കോൺട്രവേഴ്സ്യൽ ബ്രസ്റ്റ് ക്യാൻസർ റിസ്ക് ഫാക്ടേഴ്സ്. അതായത് ഇതുവരെയും അതിന്റെ എവിഡൻസ് സ്റ്റിൽ അതൊരു കോൺട്രവേഴ്സി ആയിട്ട് നിൽക്കുന്ന കുറച്ച്, എന്നാൽ ഇത് ഒരിക്കലും ഒരു മിത്തിന്റെ ഗണത്തിലോട്ട് പോയിട്ടുമില്ല, എന്നാൽ അതിന് കറക്റ്റ് ആയിട്ടുള്ള എവിഡൻസും ഇല്ല. അങ്ങനത്തെ ഉള്ള ഒരെണ്ണമാണ് ആന്റി പെർസ്പിറൻസ്. അതായത് നമുക്ക് വിയർക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഡിയോഡറൻസ് ഒക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കൽസ് നമ്മൾ ഡയറക്റ്റ് സ്കിന്നിൽ അപ്ലൈ ചെയ്യുവാണ്. അത് സ്കിന്ന് വഴി എൻട്രി ചെയ്ത് ടോക്സിൻസ് ഉണ്ടാക്കി ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് ഒരു കൂട്ടർ വാദിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല എന്ന് വേറൊരു കൂട്ടരും വാദിക്കുന്നുണ്ട്. എനിവേ ഇറ്റ് ഈസ് വെരി കോൺട്രവേഴ്ഷ്യൽ. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഇൻഡ്യൂസ്ഡ് അബോർഷൻ. അബോർഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പിൽസോ അല്ലെങ്കിൽ അതിന്റെ മെത്തേഡ്സോ ഹോർമോണൽ ട്രീറ്റ്മെന്റോ അങ്ങനത്തെയൊക്കെ ഉള്ള കാര്യങ്ങളും ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാക്കുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് റിസ്ക് ഫാക്ടേഴ്സ് ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ. നമ്മൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു വെച്ചാൽ നമുക്കതൊന്ന് പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. ആൻഡ് ടൈപ്സ് ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ. ഇനി എന്തൊക്കെ ടൈപ്പ് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട്
എന്നൊന്ന് ലഘുവായിട്ട് നോക്കാം. ഡക്റ്റൽ ഓർ ലോബുലാർ കാർസിനോമ, അതായത് ബ്രസ്റ്റിനകത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു ഡക്റ്റ് ഉണ്ട്, ലോബ്യൂൾസ് ഉണ്ട്. അപ്പോൾ ഡക്റ്റിനകത്ത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ട്യൂമർ എങ്കിൽ അതിനെ ഡക്റ്റൽ കാർസിനോമ എന്ന് പറയും. അതല്ല ഒരു ലോബിനകത്ത് മാത്രമേ ട്യൂമർ വളർന്നിട്ടുള്ളെങ്കിൽ അതിന് ലോബുലാർ കാർസിനോമ എന്ന് പറയും. സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഇൻസിറ്റു വേഴ്സസ് ഇൻവേസീവ് ബ്രസ്റ്റ് ക്യാൻസർ. ഇൻസിറ്റു എന്ന് പറഞ്ഞാൽ അത് അവിടെ അകത്ത് തന്നെ ഇരിക്കുവാണ്, അതായത് ഒരു ലോബിന്റെ അകത്ത് മാത്രമേ ഉള്ളൂ, വേറെ എങ്ങോട്ടും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെ ഇൻസിറ്റു ലോബുലാർ കാർസിനോമ. ഒരു ഡക്റ്റിനകത്ത് മാത്രമേ ഉള്ളെങ്കിൽ ഡക്റ്റൽ കാർസിനോമ ഇൻസിറ്റു. അങ്ങനെ അതല്ല ഒരു ലോബിന്ന് അത് അതിന്റെ പുറത്തോട്ട് അതിന്റെ വോള് കടന്ന് പുറത്ത് അടുത്ത ബ്രസ്റ്റ് ടിഷ്യൂലോട്ട് കടന്നിട്ടുണ്ടെങ്കിൽ അതിനെ ലോബുലാർ കാർസിനോമ ഇൻവേസീവ് അല്ലെങ്കിൽ ഡക്റ്റൽ കാർസിനോമ ഇൻവേസീവ്. അതാണ് അതായത് ഇൻസിറ്റു വേഴ്സസ് ഇൻവേസീവ്. അതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടെങ്കിൽ ഇൻസിറ്റു, പുറത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇൻവേസീവ്. മെറ്റാസ്റ്റാറ്റിക് അല്ല, ബ്രസ്റ്റിന്റെ അകത്ത് തന്നെ ഒരു ലോബിന്ന് വേറെ ഒരിടത്തോട്ട് പടർന്നേക്കുന്നത്, അതാണ് ഇൻസിറ്റു വേഴ്സസ് ഇൻവേസീവ്. സം സ്പെഷ്യൽ ടൈപ്സ് ഓഫ് ബ്രസ്റ്റ് ക്യാൻസേഴ്സ് ഉണ്ട്, അതായത് ഹോർമോൺ റിസപ്റ്റർ പോസിറ്റീവ് ബ്രസ്റ്റ് ക്യാൻസർ. നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും ER/PR പോസിറ്റീവ് അങ്ങനെയൊക്കെ. അതായത് ആ ബ്രസ്റ്റ് ക്യാൻസർ സെൽസിന്റെ മേളിലായിട്ട് കുറച്ച് ഹോർമോൺസിന്റെ റിസപ്റ്റേഴ്സ് ഉണ്ട്, അത് കൂടുതലായിട്ട് കാണും. അതായത് ഈസ്ട്രജൻ റിസപ്റ്റർ, പ്രോജസ്റ്റൻ റിസപ്റ്റർ, അങ്ങനത്തെയൊക്കെ റിസപ്റ്റേഴ്സ് ഉണ്ടാവുമ്പം ഈ ഈസ്ട്രജന് പെട്ടെന്ന് വന്ന് അതിൽ ബൈൻഡ് ചെയ്ത് പെട്ടെന്ന് റാപ്പിഡ് ഗ്രോത്ത്, അൺകൺട്രോൾഡ് ഗ്രോത്ത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഹോർമോൺ റിസപ്റ്റർ പോസിറ്റീവ് ബ്രസ്റ്റ് ക്യാൻസർ. രണ്ടാമത്തത് HER2 പോസിറ്റീവ് ബ്രസ്റ്റ് ക്യാൻസർ. HER2 എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ആണ്, അത് നോർമലി നമ്മുടെ ബോഡിയിലുണ്ട്. പക്ഷേ ഈ HER2 പോസിറ്റീവ് ക്യാൻസർ സെൽസിൽ ഈ HER2വിന്റെ ഒരുപാട് മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കിയിട്ട് ആ ക്യാൻസർ സെല്ലിന്റെ മൊത്തം ചുറ്റിലുമായിട്ടും ഒരുപാട് HER2 സെൽസ് കാണും. അപ്പോൾ അത് റാപ്പിഡ്ലി പെട്ടെന്ന് ഗ്രോത്തിനെ സഹായിക്കുന്ന ഒരു പ്രോട്ടീൻ ആണ് അത്. അപ്പോൾ അത് ആ ക്യാൻസർ പെട്ടെന്ന് റാപ്പിഡ്ലി സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും, മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് തേർഡ് വൺ ഈസ് ട്രിപ്പിൾ നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസർ. എപ്പോഴും നമ്മൾ കേൾക്കുന്ന ആ ട്രിപ്പിൾ നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസർ, അതാണ് 3 കാര്യങ്ങൾ നെഗറ്റീവ് ആണ്. അതായത് ഈസ്ട്രജൻ റിസപ്റ്റർ നെഗറ്റീവ് ആണ്, പ്രൊജസ്ട്രോൺ റിസപ്റ്റർ നെഗറ്റീവ് ആണ്, ആൻഡ് HER2 റിസപ്റ്റർ ഓൾസോ നെഗറ്റീവ്. ദാറ്റ് ഈസ് ദ വൺ ഓഫ് ദ അഗ്രസീവ് ഫോം ആണ്, റാപ്പിഡ്ലി സ്പ്രെഡിങ് ആണ്, പുവർ പ്രോഗ്നോസിസും ഉള്ള ഒരു ടൈപ്പാണ് ഈ ട്രിപ്പിൾ നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത്. നാലാമത് ഇൻഫ്ലമേറ്ററി ബ്രസ്റ്റ് ക്യാൻസർ. അത് ഈ ബ്രസ്റ്റിലെ ലിംഫ് വെസൽസിനെയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് മൊത്തത്തിൽ ബ്രസ്റ്റിനൊരു ഇൻഫ്ലെയിംഡ് അപ്പിയറൻസ് കാണും. ഇത് ഒരു പുവർ പ്രോഗ്നോസ് ഉള്ള ഒരു ടൈപ്പാണ്. ആൻഡ് ഫോർത്ത് വൺ ഈസ് ലെസ് കോമൺ ടൈപ്സ് ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ. ഒന്നാമത്തത് പേജറ്റ് ഡിസീസ് ഓഫ് ദ ബ്രസ്റ്റ്. ഇത് ഈ നിപ്പിളിന്റെ പുറകിലുള്ള ഡക്റ്റിൽ ഇത് ക്യാൻസർ ഉണ്ടായിട്ട് അത് നിപ്പിളിലോട്ടും ആ സറൗണ്ടിങ് ഏരിയോളയിലോട്ടും സ്പ്രെഡായി അങ്ങനെ ഇരിക്കും. അത് ഏരിയോള ചുറ്റും ഒരു ഡാർക്കൻ കളറായിട്ട് ഇരിക്കും. ഇതൊരു റയർ ടൈപ്പാണ്. സെക്കൻഡ്, ആൻജിയോസാർക്കോമ ഓഫ് ദ ബ്രസ്റ്റ്. ബ്രസ്റ്റിലെ ലിംഫ് വെസൽസിലെ ബ്ലഡ് വെസൽസിന്റെ ഒക്കെ വോൾസിലായിട്ട് ട്യൂമർ ഉണ്ടായിട്ട് അവിടെ ഫുൾ ബ്രസ്റ്റ് റെഡ് കളറിലായിട്ട് ഇരിക്കും. ദെൻ ഫില്ലോട്സ് ട്യൂമർ, ഇതും ഒരു റയർ ട്യൂമർ ആണ്. ഇത് ബ്രസ്റ്റിന്റെ കണക്റ്റീവ് ടിഷ്യൂലാണ് അത് ഉണ്ടാവുന്നത്. മറ്റതൊക്കെ ഡക്റ്റ് ആൻഡ് ലോബ്യൂൾസിലാണ് ബാക്കിയുള്ള ടൈപ്പ് ഒക്കെ ഉണ്ടാവുന്നത്. ബട്ട് ദിസ് ഫില്ലോട്സ് ട്യൂമർ ബ്രസ്റ്റിന്റെ കണക്റ്റീവ് ടിഷ്യൂയിൽ ഉണ്ടായിട്ട് പെട്ടെന്ന് വളർന്ന് വലിയ സൈസായും ബ്രസ്റ്റ് മാറും. അതൊരു റയർ ടൈപ്പാണ്. സോ നമുക്ക് സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ ഒന്ന് നോക്കാം. അതായത് ഏറ്റവും കോമൺ ആയിട്ടുള്ള സൈൻ എന്ന് പറയുന്നത് ന്യൂ ലംബ് ഓർ മാസ്. പുതിയതായിട്ടൊരു മുഴ നമ്മുടെ ബ്രസ്റ്റിൽ ഉണ്ടാവുന്നു. എങ്ങനെ ഇരിക്കും ആ മുഴ? അത് ഹാർഡ് ടു ടച്ച് ആയിരിക്കും, തൊടുമ്പോൾ ഭയങ്കര ഹാർഡായിരിക്കും. ഒരു പെബിളി സർഫസ്, തൊടുമ്പോൾ ഒരു പരുപരുത്ത ഒരു അപ്പിയറൻസ് ആയിരിക്കും ഉണ്ടാവുന്നത്, ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ സാധാരണ മിക്ക ബ്രസ്റ്റ് ക്യാൻസർ ലംബുകളും ഉണ്ടാവുന്നത് ബ്രസ്റ്റിന്റെ അപ്പർ ഔട്ടർ ക്വാഡ്രന്റിലായിട്ടായിരിക്കും ഉണ്ടാവുന്നത്. അത് നമ്മൾ തൊടുന്ന സമയത്ത്, പാൽപേറ്റ് ചെയ്യുന്ന സമയത്ത് അത് മൂവ് ചെയ്യത്തില്ല, ഡസ് നോട്ട് മൂവ് ഡ്യൂറിങ് എ ബ്രസ്റ്റ് എക്സാമിനേഷൻ. അതുപോലെ തന്നെ ഒരു ഇറഗുലർ ഷേപ്പ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുന്നത്. ഇതാണ് അതിന്റെ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഒരു സൈൻ എന്ന് പറയുന്നത്. അതർ സൈൻസ് പറയുവാണെങ്കിൽ സ്വെല്ലിംഗ് ഓൾ ഓർ പാർട്ട് ഓഫ് ദ ബ്രസ്റ്റ്. ഒന്നുകിൽ ഒരു പാർട്ട് മാത്രം സ്വെല്ല് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ ഫുൾ ബ്രസ്റ്റ് സ്വള്ളനായിട്ട് വരിക. രണ്ടാമത്തത് സ്കിൻ ഡിംപ്ലിംഗ്, അതായത് ഒരു ഈവൻ സർഫസ് ആയിരിക്കുന്ന ബ്രസ്റ്റ് അകത്തോട്ട് കുഴിഞ്ഞിരിക്കുക, അതാണ് ഈ സ്കിൻ ഡിംപ്ലിംഗ്. മൂന്നാമത്തത് ബ്രസ്റ്റ് ഓർ നിപ്പിൾ പെയിൻ ആൻഡ് നിപ്പിൾ റിട്രാക്ഷൻ. ബ്രസ്റ്റ് മൊത്തത്തിലോ അല്ലെങ്കിൽ നിപ്പിളിന്റെ ഭാഗത്തോ ആയിട്ട് പെയിൻ വരിക, നിപ്പിൾ അകത്തോട്ട് റിട്രാക്ട് ചെയ്തിരിക്കുക. നാലാമത് പിന്നെ പറയുന്നത് നിപ്പിൾ ഓർ ബ്രസ്റ്റ് സ്കിൻ ഈസ് റെഡ്, ഡ്രൈ, ഫ്ലേക്കിംഗ്, തിക്കൻ. നിപ്പിളിന്റെ ചുറ്റുമായിട്ടും അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫുള്ളായിട്ട് ഭയങ്കര ഹാർഡ് സ്കിന്നായിട്ട്, ഫ്ലേക്കിംഗ് സ്കിന്നായിട്ട്, തിക്ക് സ്കിന്നായിട്ടൊക്കെ ഇരിക്കുക.
നിപ്പിൾ ഡിസ്ചാർജ്, ഒന്നുകിൽ മിൽക്ക് അല്ലാത്ത മറ്റ് ഡിസ്ചാർജുകൾ, വൈറ്റ് ഡിസ്ചാർജ്, പുർലൻ ഡിസ്ചാർജ്, ബ്ലഡി ഡിസ്ചാർജ്, അങ്ങനെ ഏത് ടൈപ്പ് ബ്ലഡ് ഡിസ്ചാർജ് വരുന്നെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. അടുത്തത് സ്വള്ളൻ ലിംഫ് നോഡ്സ് അണ്ടർ ദി ആം ഓർ നിയർ ദ കോളർ ബോൺ, നമ്മുടെ കക്ഷത്തിലോ അല്ലെങ്കിൽ ഈ ക്ലാവുകളുടെ താഴെയായിട്ടോ ബ്രസ്റ്റിന്റെ സൈഡിലായിട്ടോ ഒക്കെ ആയിട്ട് ലിംഫ് നോഡ്സ് പാൽപ്പബിൾ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിലും അതൊരു സിംറ്റം ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ ആവാം. സോ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ്ങിനെ പറ്റി നോക്കാം. അതാണ് ഇന്നത്തെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത്. ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ, സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ എന്താ, സിംറ്റം ഐഡന്റിഫൈ ചെയ്തിട്ടില്ലാത്ത ഒരാളിൽ ഏർലി ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത് അവരെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് സ്ക്രീനിങ്, ടു ഫൈൻഡ് എ ഡിസീസ് ഇൻ പീപ്പിൾ ഹു ഡോണ്ട് ഹാവ് എനി സിംറ്റംസ്. സോ ഈ സ്ക്രീനിങ് ചെയ്താൽ, ഏർലി ഡിറ്റക്ഷൻ ചെയ്താൽ അത് ലൈഫ് സേവ് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പൊ ഈ 40 ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് നമ്പർ. 40യിലാണ് നമ്മൾ ബ്രസ്റ്റ് ക്യാൻസറിനെ പറ്റി കുറച്ചും കൂടെ കൂടുതലായിട്ട് നമുക്ക് വരാനുള്ള റിസ്ക് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ 40 ഇയേഴ്സ് ആവുന്ന ഒരു വിമണിന് 1 in 6 വിമണിൽ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ അവരുടെ ബ്രസ്റ്റ് ക്യാൻസർ 10-year റിസ്ക് എന്ന് പറയുന്നത് 1 in 69 ആണ്. സോ എല്ലാ വിമനും, 40 ഇയേഴ്സ് ആയിട്ടുള്ള എല്ലാ വിമനും മസ്റ്റായിട്ടും സ്ക്രീനിങ് ചെയ്തിരിക്കണം. അതുപോലെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി സ്റ്റഡിയിലൊക്കെ കണ്ടുപിടിച്ചേക്കുന്നത് സ്ക്രീനിങ് ചെയ്ത ആൾക്കാരിലാണ്, സ്ക്രീനിങ് ചെയ്യാത്ത ആൾക്കാരാണ് കൂടുതലും ഡെത്ത്സ്, കൂടുതലായിട്ട് ബ്രസ്റ്റ് ക്യാൻസർ ഡെത്ത് ഉണ്ടാവുന്നത്. എന്താന്ന് വെച്ചാൽ അവർക്ക് ഏർലി ഐഡന്റിഫൈ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഏർലി ഐഡന്റിഫൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഗ്നോസിസ്, സർവൈവൽ റേറ്റ്, മരിക്കാതിരിക്കാനുള്ള സാധ്യത, അതൊക്കെ നമുക്ക് കൂടുതലാവും. അതുകൊണ്ട് നമ്മുടെ ഈ 40 എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് നമ്പർ ആയിട്ട് നമ്മൾ എപ്പോഴും മനസ്സിലായിരിക്കണം. എവറി വുമൻ in 40 should undergo a screening of breast cancer. സോ അതിൽ സ്ക്രീൻ ചെയ്യാനുള്ള ഒരു പൈസ ചെലവും ഇല്ലാത്ത ഏറ്റവും ലഘുവായിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ആണ്. ഇത് നമ്മുടെ ഇന്ത്യ പോലുള്ള ഡെവലപ്പിംഗ് കൺട്രീസിലാണ് നമ്മളൊരു സ്ക്രീനിങ് ടൂളായിട്ട് ഈ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷനെ പറയുന്നത്. അമേരിക്ക അങ്ങനത്തെ കൺട്രീസിലൊന്നും ഇത് അങ്ങനെ പറയുന്നില്ല. അവർ ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ ആണ് പറയുന്നത്. പക്ഷെ നമുക്ക് അതിനുള്ള ഫെസിലിറ്റീസോ റിസോഴ്സസോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് നമ്മുടെ സെറ്റപ്പിൽ ഏർലി ഐഡന്റിഫൈ ചെയ്യാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ആണ്. അത് മെയിൻ ആയിട്ട് നമുക്ക് 5 ഹെഡിങ്സിന്റെ അടിയിൽ എങ്ങനെ ഒരു ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ചെയ്യാം എന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സാമിൻ യുവർ ബ്രസ്റ്റ് ഇൻ എ മിറർ വിത്ത് ഹാൻഡ്സ് ഓൺ ഹിപ്സ്. അതായത് മിററിന്റെ ഫ്രണ്ടിൽ നിൽക്കുക, ഷോൾഡർ സ്ട്രെയിറ്റ് ആക്കി വെക്കുക, നമ്മുടെ ഹാൻഡ്സ് ഹിപ്പിൽ വെക്കുക, എന്നിട്ട് മിററിൽ നോക്കുക. 2 ബ്രസ്റ്റും ഒരേ സൈസ് ആണോ, ഒരേ ഷേപ്പ് ആണോ, എന്തെങ്കിലും അബ്നോർമൽ കളർ ചേഞ്ചസ് ഉണ്ടോ, നിറവ്യത്യാസം ഉണ്ടോ, നിപ്പിൾസ് റിട്രാക്ഷൻ ഉണ്ടോ, സ്വെല്ലിംഗ് ഉണ്ടോ, അതൊക്കെ ക്ലോസ്ലി എക്സാമിൻ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് റേസ് ആംസ് ആൻഡ് എക്സാമിൻ യുവർ ബ്രസ്റ്റ്. ഈ സെയിം പ്രൊസീജിയർ ആണ്, ഇൻസ്പെക്ഷൻ ആണ്. ഈ സ്റ്റെപ്പുകൾ രണ്ടും ഇൻസ്പെക്ഷൻ പ്രൊസീജിയർ ആണ്. കൈ റേസ് ചെയ്ത് വെക്കുക, ബ്രസ്റ്റിൽ നോക്കുക, 2 സ്ഥലവും തമ്മിൽ ഡിംപ്ലിംഗ് ഉണ്ടോ, സൈസ് ഡിഫറൻസ് ഉണ്ടോ, ഷേപ്പ് ഡിഫറൻസ് ഉണ്ടോ, നിപ്പിൾ റിട്രാക്ഷൻ ഉണ്ടോ, അതെല്ലാം ക്ലോസ്ലി വാച്ച് ചെയ്യുക. മൂന്നാമത്തെ സ്റ്റെപ്പ് ലുക്ക് ഫോർ സൈൻസ് ഓഫ് ബ്രസ്റ്റ് ഫ്ലൂയിഡ്. നിപ്പിളിൽ നിന്ന് എന്തെങ്കിലും ഡിസ്ചാർജസ് വരുന്നുണ്ടോ എന്ന് നോക്കുക. ഈ 3 സ്റ്റെപ്പും, ഫസ്റ്റ് സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 ഇൻസ്പെക്ഷൻ ആണ്. നമ്മൾ നോക്കിയാൽ മതി നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് കാണുന്നുണ്ടോ എന്ന്. നാലാമത്തെ സ്റ്റെപ്പ് ഫീൽ യുവർ ബ്രസ്റ്റ് ലംസ് വൈൽ ലൈയിങ് ഡൗൺ. അടുത്ത സ്റ്റെപ്പ് കിടന്നുകൊണ്ടുള്ളതാണ്. ഫ്ലാറ്റ് ആയിട്ട് കിടക്കുക, ഒരു കൈ റേസ് ചെയ്ത് ഹെഡിന്റെ അടിയിലായിട്ട് വെക്കുക. ലെഫ്റ്റ് ബ്രസ്റ്റ് എക്സാമിൻ ചെയ്യുന്നത് റൈറ്റ് ഹാൻഡ് വെച്ചും, റൈറ്റ് ബ്രസ്റ്റ് എക്സാമിൻ ചെയ്യുന്നത് ലെഫ്റ്റ് ഹാൻഡും വെച്ചിട്ട് എക്സാമിൻ ചെയ്യുക. എക്സാമിൻ ചെയ്യേണ്ടത് ഈ ഫിംഗർ ടിപ്സും കൊണ്ടല്ല എക്സാമിൻ ചെയ്യേണ്ടത്, ഫിംഗർ പാഡ്സ് കൊണ്ടാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഫിംഗേഴ്സ് സെപ്പറേറ്റ് ചെയ്ത് പിടിച്ചിട്ടല്ല എക്സാമിൻ ചെയ്യേണ്ട, ഫിംഗേഴ്സ് അടുപ്പിച്ച് വെച്ച് ഫിംഗർ പാർട്സ് വെച്ചിട്ട് വേണം എക്സാമിൻ ചെയ്യാൻ. ഒരുപാട് പ്രഷർ കൊടുക്കാൻ പാടില്ല, സോഫ്റ്റ് ടച്ച് കൊടുക്കുക. നിപ്പിളിൽ നിന്ന് തുടങ്ങി ചെറിയ സർക്കുലാർ മോഷൻസിനായിട്ട് എൻറ്റയർ ബ്രസ്റ്റ് ടിഷ്യൂ കവർ ചെയ്യുന്ന രീതിയിൽ ചെറിയ ചെറിയ സർക്കുലാർ മോഷൻസിൽ ഫുൾ ബ്രസ്റ്റ് കവർ ചെയ്യുക. അതായത് ഫ്രം ടോപ്പ് ടു ബോട്ടം, ഫ്രം കോളർ ബോൺ ടു ദി അബ്ഡോമൻ ആൻഡ് ഫ്രം സൈഡ് ടു സൈഡ്, ഫ്രം ദി ആംപിറ്റ് ടു ദ മിഡ് ലൈൻ, അങ്ങനെ ഫുൾ ബ്രസ്റ്റും നമ്മൾ സർക്കുലാർ മോഷനിൽ എക്സാമിൻ ചെയ്ത് എന്തെങ്കിലും ലംസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുക. അപ്പോൾ നമ്മൾ ഡെയിലി ഇത് പ്രാക്ടീസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ സ്ട്രക്ചർ,
ആ ഒരു ടിഷ്യൂസിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ മുകളിലുള്ള സ്കിന്നിന്റെ തൊട്ടടിയിലുള്ളതിന് ചെറിയ പ്രഷർ കൊടുത്ത് എക്സാമിൻ ചെയ്യുക, അതിന്റെ താഴെയുള്ളതിന് കുറച്ചും കൂടെ പ്രഷർ കൊടുക്കുക, അടിയിലുള്ള ടിഷ്യൂസിന്, ഏറ്റവും അടിയിലുള്ള മസിൽ ടിഷ്യൂസിനെയൊക്കെ എക്സാമിൻ ചെയ്യുമ്പോൾ കുറച്ച് ഫേം പ്രഷർ കൊടുത്ത് നോക്കുക. ഈ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ 5th സ്റ്റെപ്പ്, ഫീൽ യുവർ ബ്രസ്റ്റ് ഫോർ ലംസ് വൈൽ സ്റ്റാൻഡിങ് ഓർ സിറ്റിംഗ്. നമ്മൾ എണ്ണീറ്റ് നിന്ന് ഈ സെയിം സ്റ്റെപ്പ് ചെയ്യുക, കൈ പൊക്കിയിട്ട്. അത് കുറച്ചും കൂടെ വെറ്റ് സർഫസ്, സ്ലിപ്പറി സർഫസ് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പം ആയതുകൊണ്ട് യൂഷ്വലി അത് പറയുന്നത് ഷവറിന്റെ സമയത്ത് എക്സാമിൻ ചെയ്യാനാണ്. സെയിം സ്റ്റെപ്പ് സർക്കുലർ മോഷനിൽ ഫുൾ ബ്രസ്റ്റ് എക്സാമിൻ ചെയ്യാൻ. ഈ 5 സ്റ്റെപ്പാണ് നമുക്ക് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷനിലുള്ളത്. അത് മന്ത്ലി വൺസ് ചെയ്യണം. പീരീഡ്സ് മെനപ്പോസ് ആയിട്ടില്ലാത്തവർ ഒന്നുകിൽ പീരീഡ്സ് തുടങ്ങി ഒരു 7 to 10 ഡേയ്സ് കഴിഞ്ഞോ, അല്ലെങ്കിൽ പീരീഡ്സ് സ്റ്റോപ്പ് ചെയ്ത് ഒരു 4 ഡേയ്സ് കഴിഞ്ഞിട്ടോ ആയിട്ട് ഈ എക്സാമിനേഷൻ ചെയ്യാവുന്നതാണ് എല്ലാ മാസവും. അപ്പൊ എന്താ ഈ സമയം പ്രിഫർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സമയമാണ് ബ്രസ്റ്റ് ഏറ്റവും കുറച്ച് നോൺ ടെൻഡർ ആയിട്ട് ഇരിക്കുന്ന സമയം ഇതായിരിക്കും, അതുകൊണ്ടാണ്. പിന്നെ അതല്ല, മെനപ്പോസ് ആയവരാണെന്നുണ്ടെങ്കിൽ എല്ലാ മാസത്തിന്റെ ഒരു പർട്ടിക്കുലർ ഡേറ്റ്, ഏതൊരു 1-ാം തീയതി അല്ലെങ്കിൽ 10-ാം തീയതി ഏതാണോ പ്രിഫറബിൾ ഡേറ്റ് ആ ദിവസം സെയിം ഡേറ്റിൽ എല്ലാ മാസവും ചെയ്യാനായിട്ട് നോക്കുക. ഇതാണ് നമ്മുടെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഓഫ് സ്ക്രീനിങ്. ആൻഡ് വാട്ട് ഷുഡ് യു ഡു ഇഫ് യു ഫൈൻഡ് എ ബ്രസ്റ്റ് ലംപ് ഓർ അതർ ഷെയ്ൻ. നമ്മൾ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ചെയ്തു, ഒരു ലംബ് കണ്ടുപിടിച്ചു, ഉടനെ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, പാനിക് ആവേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു എക്സ്പേർട്ടിന്റെ അടുത്തോട്ട് ഉടനെ തന്നെ പോവുക, അത് വെച്ചോണ്ടിരിക്കാതെ അത് ഉടനെ തന്നെ കാണിക്കുക. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ് ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത് ഓരോ കൺട്രിക്കും സ്ക്രീനിങ് ഗൈഡ് ലൈൻസ് വേറെ വേറെ ഉണ്ട്. അമേരിക്കയിലെ ഗൈഡ് ലൈൻസ് ആയിരിക്കില്ല ഇന്ത്യ സെറ്റ്, അവരുടെ സ്റ്റാറ്റസ് എല്ലാം വ്യത്യാസമുണ്ട്. സോ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ICMRന്റെ ഗൈഡ് ലൈൻസ് ആണ്. സോ ICMRന്റെ ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത് 3 തിരിക്കാം. 3 ഏജ് ഗ്രൂപ്പിലായിട്ട് വിമനെ മാറ്റിയിട്ടുണ്ട്. വിമൻ ഏജ്ഡ് 30 to 40 ഇയേഴ്സ്, 40 to 50 ഇയേഴ്സ് ആൻഡ് മോർ ദാൻ 50 ഇയേഴ്സ്. 30 to 50 ഇയേഴ്സിൽ നമ്മൾ 30 ഇയേഴ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം സ്ക്രീനിങ്. ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ എവറി 1 to 3 ഇയേഴ്സ് ബൈ എ ഡോക്ടർ. ഒരു 3 വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ 30 ഇയേഴ്സ് തൊട്ട് ഒരു ഡോക്ടറിനെ കൊണ്ട് നമ്മുടെ ബ്രസ്റ്റ് എക്സാമിൻ ചെയ്യിപ്പിക്കാം. സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ എവറി മന്ത് ചെയ്യുക. രണ്ടാമത്തെ ഗ്രൂപ്പ് വിമൻ ഏജ്ഡ് 40 to 50 ഇയേഴ്സ്. 40 to 50 ഏജ് ഗ്രൂപ്പാണ് ഏറ്റവും ക്രൂഷ്യൽ ഏജ് ഗ്രൂപ്പ്. അവർ ആനുവൽ ബ്രസ്റ്റ് 3 ഇയേഴ്സിൽ ഒരിക്കലല്ല, എല്ലാ വർഷവും ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യുക. എന്നിട്ട് ഡോക്ടർ അഡ്വൈസ് ചെയ്യുന്നത് പോലെ 2 വർഷത്തിൽ ഒരിക്കൽ മാമോഗ്രാം ചെയ്യുക. ഇത് നമ്മുടെ ഇന്ത്യൻ ഗൈഡ് ലൈൻസ് ആണ് ഞാൻ പറയുന്നത്. മറ്റ് കൺട്രീസിലൊക്കെ ആനുവൽ മാമോഗ്രാം ആണ് അവർ പറയുന്നത്. ദെൻ വിമൻ എബോവ് 50 ഇയേഴ്സിൽ ആസ് റെക്കമെൻഡഡ് ബൈ ദ ഡോക്ടർ മാമോഗ്രാം എവറി 2 ഇയേഴ്സ്. ഈ 2 ഗ്രൂപ്പും എല്ലാ ഗ്രൂപ്പും സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ മന്ത്ലി ചെയ്യണം. അതേപോലെ ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ ഇയർലിയും ഫോളോ ചെയ്യണം. അപ്പോൾ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഇൻ കേസ് ഉണ്ടെങ്കിൽ ഏർലി ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും. ഇനി ICMR പറയുന്ന ഒരു ഹൈ റിസ്ക് വിമൻ ഗ്രൂപ്പ് ഉണ്ട്. അതായത് BRCA മ്യൂട്ടേഷൻ, ഫാമിലി ഹിസ്റ്ററിയിൽ BRCA മ്യൂട്ടേഷൻ ഉള്ള ഫാമിലി, അല്ലെങ്കിൽ സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി, മദറിനോ സിസ്റ്ററിനോ ഡോട്ടറിനോ ഒക്കെ യങ് ഏജിൽ ക്യാൻസർ വന്ന ഫാമിലി, അല്ലെങ്കിൽ ബിഫോർ 30 ഇയേഴ്സ് ചെസ്റ്റ് വോളിന് റേഡിയേഷൻ തെറാപ്പി കിട്ടിയ ആൾക്കാർ, ഇവരൊക്കെയാണ് ഹൈ റിസ്ക് വിമൻ. അവരുടെ സ്ക്രീനിങ് ഏർലിയറി തുടങ്ങണം. അതായത് 40 എന്നുള്ള നമ്പർ 30 തൊട്ട് അവര് ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ ഇയർലി ചെയ്തു തുടങ്ങണം. മാമോഗ്രാമും ഇയർലി ചെയ്തു തുടങ്ങണം. അതുപോലെ ആനുവൽ, അവർക്ക് നമ്മൾ MRIയും കൂടെ പറയുവാണ്. ഹൈ റിസ്ക് ഗ്രൂപ്പ് ആയതുകൊണ്ട് ആനുവൽ MRI ആൻഡ് മാമോഗ്രാം ഈസ് റെക്കമെൻഡഡ്. ഇനി വർക്കപ്പ് ഓഫ് എ പേഷ്യന്റ് വിത്ത് സസ്പെക്റ്റഡ് ബ്രസ്റ്റ് ക്യാൻസർ. 3 അസസ്മെന്റ് ആണ് നമ്മൾ സസ്പെക്റ്റഡ് ബ്രസ്റ്റ് ക്യാൻസർ ഉള്ള ആൾക്കാർക്ക് ചെയ്യുന്നത്. അതായത് ട്രിപ്പിൾ അസസ്മെന്റ്. അതിൽ ഫസ്റ്റ് അസസ്മെന്റ് നമ്മൾ കണ്ടു, ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ ബൈ എ ഡോക്ടർ, അതാണ് ഫസ്റ്റ് അസസ്മെന്റ്. സെക്കൻഡ് അസസ്മെന്റ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ഇമേജിംഗ് സ്റ്റഡി. അതിൽ ഒരു ബ്രസ്റ്റിൽ നമുക്ക് സസ്പീഷ്യസ് ലീഷൻ കണ്ടെത്തിയാൽ മാമോഗ്രാമിൽ ബൈലാറ്ററൽ മാമോഗ്രാം ചെയ്യണം. മോർ ദാൻ വിമൻ 30 ഇയേഴ്സിന് ബൈലാറ്ററൽ മാമോഗ്രാം. അൾട്രാസൗണ്ട് ബ്രസ്റ്റ് ആൻഡ് ആക്സില്ല. MRI ബ്രസ്റ്റ് ഇൻ സെലക്ടഡ് കേസസ്. അതായത് ഹൈ റിസ്ക് കേസ് ആണെങ്കിൽ അവർക്ക് MRIയും കൂടെ ചെയ്യണം. ഇത്രയും ചെയ്ത് നമ്മൾ അതിന് ഒരു സ്റ്റേജ്, ഏകദേശം ഉള്ള ഒരു ക്ലിനിക്കൽ സ്റ്റേജിങ് നടത്തണം. ക്ലിനിക്കൽ സ്റ്റേജിങ് കഴിഞ്ഞാൽ കുറെ സ്റ്റേജ് 0 to stage 4 ഉണ്ട് ബ്രസ്റ്റ് ക്യാൻസറിൽ. അതിൽ ഓരോ സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജിനൊക്കെ സബ് ഡിവിഷൻസും ഉണ്ട്. അപ്പോൾ സ്റ്റേജ് 2A വരെ ആണെങ്കിൽ നമുക്ക് മെറ്റാസ്റ്റാറ്റിക് വർക്കപ്പ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല.
ഇനി സ്റ്റേജ് 2B തൊട്ട് മേളിലോട്ടുള്ളെങ്കിൽ നമ്മളൊരു ചെസ്റ്റ് എക്സ്റേയും കൂടെ എടുക്കണം. മറ്റത് നമ്മൾ ചെസ്റ്റ് എക്സ്റേ എടുത്തില്ലായിരുന്നു. ഈ 2B തൊട്ട് മേലോട്ടുള്ളവർക്ക് ചെസ്റ്റ് എക്സ്റേ വേണം, അൾട്രാസൗണ്ട് ഹോൾ അബ്ഡോമൻ. മറ്റേത് ബ്രസ്റ്റ് ആൻഡ് ആക്സിലെ മാത്രമേ ഇനിഷ്യൽ ഇമേജിങ് ചെയ്തിട്ടുള്ളൂ. ഇവർക്ക് USG അബ്ഡോമനും കൂടെ എടുക്കണം, ബോൺ സ്കാൻ എടുക്കണം, CT സ്കാൻ, ചെസ്റ്റ് വോളിന്റെ CT എടുക്കണം, അതുപോലെ അബ്ഡോമന്റെയും CT എടുക്കണം. പിന്നെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സസ്പീഷ്യസ് കാര്യങ്ങളുണ്ടെങ്കിൽ പെറ്റ് സീറ്റിയും കൂടെ എടുക്കണം. ഇത്രയാണ് ഇമേജിങ്ങിൽ വരുന്നത്. അതായത് 2A വരെ, സ്റ്റേജ് 2A വരെ നമുക്ക് മെറ്റാസ്റ്റാറ്റിക് വർക്കപ്പ് വേണ്ട. സ്റ്റേജ് 2B തൊട്ടിട്ട് മെറ്റാസ്റ്റാറ്റിക് വർക്കപ്പും കൂടെ ചെയ്യണം. ഇനി മൂന്നാമത്തെ അസസ്മെന്റ് എന്ന് പറയുന്നത് പത്തോളജിക്കൽ അസസ്മെന്റാണ്. അതായത് സർജറിക്ക് മുന്നേ ആയിട്ട് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് 4 നീഡിൽ ബയോപ്സിയാണ്. 5 നീഡിൽ ബയോപ്സിയും FNACയും ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് ഈ ഈസ്ട്രജൻ, ER/PR സ്റ്റാറ്റസ്, HER2ന്റെ സ്റ്റാറ്റസ് ഒക്കെ അറിയണമെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ ഫിഷ് ടെസ്റ്റും കൂടെ ചെയ്യണം. അപ്പൊ ഇതാണ് ട്രിപ്പിൾ അസസ്മെന്റ്. അതായത് ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ, ഇമേജിംഗ് ആൻഡ് പത്തോളജി. സോ നമുക്ക് സ്റ്റേജിങ്ങിനെ പറ്റി ചെറുതായിട്ടൊന്ന് നോക്കുവാണെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന സ്റ്റേജിംഗ് എന്ന് പറയുന്നത് AJCC, അമേരിക്കൻ ക്യാൻസർ കമ്മിറ്റി ഓൺ ക്യാൻസറിന്റെ, AJCCയുടെ, അമേരിക്കൻ ജോയിന്റ് കമ്മിറ്റി ഓൺ ക്യാൻസറിന്റെ TNM സിസ്റ്റമാണ് നമ്മൾ സ്റ്റേജിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. മറ്റ് ക്യാൻസറുകളെ പോലെ തന്നെ. അതായത് അതിനകത്ത് ഒരു പത്തോളജിക്കൽ സ്റ്റേജിങ്ങും ഉണ്ട്, ക്ലിനിക്കൽ സ്റ്റേജിങ്ങും ഉണ്ട്. ക്ലിനിക്കൽ സ്റ്റേജിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലിനിക്കൽ എക്സാമിനേഷനും ഇമേജിങ്ങും ഇനീഷ്യൽ പത്തോളജിയും വെച്ചിട്ടുള്ള സ്റ്റേജിങ്. പത്തോളജിക്കൽ സ്റ്റേജിങ് അല്ലെങ്കിൽ സർജിക്കൽ സ്റ്റേജിങ് എന്ന് പറഞ്ഞാൽ സർജറിക്ക് ശേഷം ഹോൾ സ്പെസിമെൻ പത്തോളജിക്കൽ എക്സാമിനേഷൻ ചെയ്ത് കണ്ടുപിടിക്കുന്ന സ്റ്റേജിങ് ആണ്. ഫൈനൽ സ്റ്റേജിങ് ആണ് പത്തോളജിക്കൽ സ്റ്റേജിങ്. ഈ രണ്ട് സ്റ്റേജിങ് ആണെങ്കിലും നമ്മൾ സ്റ്റേജ് ഡിറ്റർമിൻ ചെയ്യുന്നത് ട്യൂമറിന്റെ സൈസ്, അതായത് ട്യൂമർ സൈസ് ആണ് T. N എന്ന് വെച്ചാൽ നിയർ ബൈ ലിംഫ് നോഡ്സിലോട്ട് മെറ്റാസ്റ്റാസിസ് ഉണ്ടോ, സ്പ്രെഡ് ആയിട്ടുണ്ടോ. M എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് സൈറ്റിലോട്ട് മെറ്റാസ്റ്റാസിസ് ഉണ്ടോ, അതാണ് TNM. പിന്നെ ഈസ്ട്രജൻ റിസപ്റ്ററിന്റെ സ്റ്റാറ്റസ്, പ്രോജസ്ട്രോൺ റിസപ്റ്ററിന്റെ സ്റ്റാറ്റസ്, HER2ന്റെ സ്റ്റാറ്റസ്, ഈ 3 കാര്യങ്ങൾ. എന്നാൽ ലാസ്റ്റ് ഗ്രേഡ് ഓഫ് ദ ക്യാൻസർ. ഗ്രേഡ് ഓഫ് ദ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ക്യാൻസർ സെൽസ് എത്രത്തോളം നമ്മുടെ നോർമൽ സെല്ലുമായിട്ട് സിമിലർ ആണ്, അതാണ് ഗ്രേഡ് ഓഫ് ദ ക്യാൻസർ. ഈ 7 കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റേജ് തീരുമാനിക്കുന്നത്. അതായത് AJCC TNM സ്റ്റേജിങ്ങിൽ മൊത്തത്തിൽ 0 to 4th സ്റ്റേജ് ഉണ്ട്. സെക്കൻഡ് ആൻഡ് തേർഡ് സ്റ്റേജുകൾക്ക് സബ് ഡിവിഷൻസ് ഉണ്ട്. അങ്ങനെ അപ്പോൾ ഇത് 4th സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ട്യൂമറിന്റെ സൈസ് എത്രയാണെങ്കിലും നോട്ട്സ് എത്ര കുറവാണെങ്കിലും മെറ്റാസ്റ്റാസിസ് ഉണ്ടോ, ദാറ്റ് ഗോസ് ഇൻ ടു സ്റ്റേജ് 4. വേറെ സ്പ്രെഡ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഇൻസൈഡ് നോൺ ഇൻവേസീവ് ഇൻസിറ്റു ആണെങ്കിൽ സ്റ്റേജ് 0യിലും വരും. അല്ലാതെ നമുക്ക് ജനറലി ഒന്ന് ഓർത്തിരിക്കണമെങ്കിൽ സ്റ്റേജ് 0 എന്ന് പറയുന്നത് നോൺ ഇൻവേസീവ് ട്യൂമർ ലെസ് ദാൻ 2 സെന്റിമീറ്റർ. 2 സെന്റിമീറ്ററിലും താഴെയാണ്, പക്ഷെ വേറെ എങ്ങോട്ടും സ്പ്രെഡ് ഇല്ല, ഒരു ഡക്റ്റിനകത്തോ ഒരു ലോബ്യൂളിനകത്തോ ഉള്ളെങ്കിൽ അതിനെ സ്റ്റേജ് 0യിലോട്ട് വരും. പക്ഷെ അതിന്റെ സറൗണ്ടിങ് സ്ഥലത്തോട്ട് ചെറുതായിട്ട് ഇൻവേസീവ് ആയിട്ടുണ്ട്, പക്ഷെ സൈസ് ലെസ് ദാൻ 2 ആണെങ്കിൽ സ്റ്റേജ് 1 വരും. സൈസ് 2 to 5 ആണെങ്കിൽ സ്റ്റേജ് 2. മോർ ദാൻ 5 ആണ് പക്ഷെ മെറ്റസ്റ്റാസിസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ സ്റ്റേജ് 3. ഏത് സൈസ് ആണെങ്കിലും മെറ്റസ്റ്റാസിസ് ഉണ്ടെങ്കിൽ സ്റ്റേജ് 4. ഇതാണ് സ്റ്റേജസ് ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ. സ്റ്റേജ് വെച്ചിട്ടാണ് നമ്മുടെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് എല്ലാം മാറുന്നത്. സോ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുമ്പോൾ ജനറലി നമുക്ക് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് 6 എണ്ണം ഉണ്ട്. സർജറി ഉണ്ട്, റേഡിയേഷൻ തെറാപ്പി ഉണ്ട്, കീമോതെറാപ്പി ഉണ്ട്. അത് കൺവെൻഷണൽ ആയിട്ട് പണ്ട് മുതലേ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതാണ് ഈ സർജറി, റേഡിയേഷൻ തെറാപ്പി, കീമോതെറാപ്പി. ന്യൂവർ മോഡ്സ് ഓഫ് ട്രീറ്റ്മെന്റ് ആയിട്ട് നമുക്ക് ഹോർമോൺ തെറാപ്പി ഉണ്ട്, ടാർഗറ്റഡ് തെറാപ്പി ഉണ്ട്, ഇമ്മ്യൂണോ തെറാപ്പി ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, സർജറിയെ പറ്റി പറയുവാണെങ്കിൽ അത് ബ്രസ്റ്റ് കൺസർവിങ് സർജറി. ഒന്നുകിൽ ബ്രസ്റ്റ് ഫുള്ളായിട്ട് റിമൂവ് ചെയ്യും, അല്ല ആവശ്യമുള്ള പാർട്ട് മുഴ മാത്രം എടുക്കുക, അല്ലാന്നുണ്ട് അതിന്റെ സ്റ്റേജ് അനുസരിച്ച് ഫുൾ ബ്രസ്റ്റ് എടുക്കുക. അതാണ് ഒന്നാമത്തെ ബ്രസ്റ്റ് കൺസർവിങ് സർജറി ഓർ BCS. അതൊരു ലംബക്ടമി ആവാം, അല്ലെങ്കിൽ ഒരു 1/4 ഓഫ് ബ്രസ്റ്റ് ആവാം, അല്ലെങ്കിൽ ആ ഒരു മുഴയുടെ പാർട്ട് മാത്രം ആവാം. അതാണ് ബ്രസ്റ്റ് കൺസർവിങ് സർജറി. രണ്ടാമത്തത് മാസ്റ്റക്ടമി, ഫുൾ ബ്രസ്റ്റ് എടുക്കുക. അത് അതിന്റെ സ്റ്റേജ് അനുസരിച്ച് ടോട്ടൽ മാസ്റ്റക്ടമി, റാഡിക്കൽ മാസ്റ്റക്ടമി, മോഡിഫൈഡ് റാഡിക്കൽ, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാസ്റ്റക്ടമി ഉണ്ട്. ദെൻ SLND, സെന്റിനൽ ലിംഫ് നോഡ് ബയോപ്സി, ലിംഫ് നോഡിന്റെ എക്സിഷൻ ആണ്. SLND എന്ന് പറഞ്ഞാൽ ഒരു ലിംഫ് നോഡ് മാത്രമായിട്ട് എടുക്കുക. അതായത് സർജൻ ഒരു ഡൈ ഇഞ്ചെക്ട് ചെയ്യും,
ആ ഡൈ ഏത് ലിംഫ് നോഡാണോ പിക്കപ്പ് ചെയ്യുന്നത് ആ ലിംഫ് നോഡിലായിരിക്കും ആദ്യം ക്യാൻസർ സ്പ്രെഡ് ആവാനുള്ള സാധ്യത. അപ്പൊ ആ ഡൈ പിക്കപ്പ് ചെയ്യുന്ന ലിംഫ് നോഡിനെ മാത്രം എക്സൈസ് ചെയ്തെടുക്കുന്ന സെന്റിനൽ ലിംഫ് നോഡ് ബയോപ്സി ഓർ ആക്സിലറി ലിംഫ് നോഡ് ബയോപ്സി. അങ്ങനെ SLND പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ആക്സിലയിലുള്ള പറ്റാവുന്നത്ര ലിംഫ് നോഡ്സ് ഒരു ഓൾമോസ്റ്റ് 20 ലെസ് ദാൻ 20 യൂഷ്വലി എടുക്കുള്ളൂ. അത്രയും ലിംഫ് നോഡ്സ് എക്സൈസ് ചെയ്യുന്നതാണ് ഈ ആക്സിലർ ലിംഫ് നോഡ്. അത് ഈ ALNDക്ക് കുറച്ച് ഈ ലിംഫ് എഡിമയുടെയും ഒക്കെ ആയിട്ടുള്ള കൈ നീര് വെക്കുക അങ്ങനത്തെ റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ടായതുകൊണ്ട് ALND ആവശ്യമുണ്ടെങ്കിൽ ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ SLND മാത്രം ചെയ്ത് നോക്കിയിട്ട് പോസിറ്റീവ് ആണെങ്കിൽ പിന്നെ പ്രൊസീഡ് ചെയ്യും. ദെൻ ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ സർജറീസ് ഉണ്ട്. മാസ്റ്റക്ടമിക്ക് ശേഷം നമ്മൾ ഒരു പേഷ്യന്റിന്റെ അബ്ഡോമനീന്നോ അല്ലെങ്കിൽ ബാക്കിന്നോ മസിൽ എടുത്ത് ബ്രസ്റ്റ് റീകൺസ്ട്രക്ട് ചെയ്യുക. അത് ഒന്നുകിൽ സർജറിയുടെ കൂടെ മാസ്റ്റക്ടമിയുടെ കൂടെ ചെയ്യാം, അതല്ലെങ്കിൽ ഡിലേഡ് ആയിട്ടും ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ സർജറീസ് ചെയ്യും. ഇത്രയാണ് സർജറീസിൽ വരുന്നത്. ദെൻ റേഡിയേഷൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹൈ എനർജി റേഡിയേഷൻ റേസ് ഉപയോഗിച്ചിട്ട് ക്യാൻസർ സെൽസിനെ കില്ല് ചെയ്യുന്നതാണ് റേഡിയേഷൻ തെറാപ്പി. അതൊന്നുകിൽ ക്യൂറേറ്റീവ് ആയിട്ട് കൊടുക്കാം, അതല്ല പാലിയേറ്റീവ് ആയിട്ടും കൊടുക്കാം. ക്യൂറേറ്റീവ് എന്ന് വെച്ചാൽ ഇന്റൻഷൻ ക്യൂർ ആണ് പേഷ്യന്റിന്റെ. അതായത് ബ്രസ്റ്റ് ഒന്നുകിൽ ബ്രസ്റ്റ് കൺസർവിങ് സർജറിക്ക് ശേഷം സറൗണ്ടിങ് ടിഷ്യൂല് വീണ്ടും ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് റേഡിയേഷൻ കൊടുക്കാം, 25 റേഡിയേഷൻസ് ഒക്കെ കൊടുക്കാം. അതല്ല മാസ്റ്റക്ടമിക്ക് ശേഷം ബ്രസ്റ്റ് എക്സൈസ് ചെയ്യുമ്പോൾ ട്യൂമർ ഭയങ്കര ലാർജ് സൈസ് ആയിരുന്നു, മോർ ദാൻ 5 സെന്റിമീറ്റർ സൈസ് ഉള്ള ട്യൂമർ ആണ് എക്സൈസ് ചെയ്തെങ്കിൽ മാസ്റ്റക്ടമിക്ക് ശേഷവും ക്യൂറേറ്റീവ് റേഡിയേഷൻ തെറാപ്പി കൊടുക്കാം. അതല്ല ഡയഗ്നോസ് ചെയ്യുമ്പോഴേ സ്റ്റേജ് 4-ലാണ് ഡയഗ്നോസ് ചെയ്തതെന്നുണ്ടെങ്കിൽ പാലിയേറ്റീവ് റേഡിയേഷൻ തെറാപ്പി കൊടുക്കും. ഈ റേഡിയേഷൻ തെറാപ്പി നമുക്ക് എക്സ്റ്റേണൽ ബീം റേഡിയേഷൻ ആയിട്ട് കൊടുക്കാം, ബ്രാക്കി തെറാപ്പി ആയിട്ട് കൊടുക്കാം. നമുക്കറിയാം എക്സ്റ്റേണൽ ബീം എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് സോഴ്സ് മെഷീൻ വഴി ഔട്ട്സൈഡ് സോഴ്സ് നകത്തുനിന്ന് റേഡിയേഷൻ ബ്രസ്റ്റിലോട്ട് വീഴുന്നു. അതാണ് എക്സ്റ്റേണൽ ബീം റേഡിയേഷൻ തെറാപ്പി. ബ്രാക്കി തെറാപ്പി എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് ടിഷ്യൂവിനകത്തോട്ട് ഡയറക്ട്ലി ആപ്ലിക്കേറ്റർ വെച്ച് ആപ്ലിക്കേറ്റർ വഴി സോഴ്സ് കടത്തിവിട്ട് നേരിട്ട് ബ്രസ്റ്റ് ടിഷ്യൂലോട്ട് റേഡിയേഷൻ കൊടുക്കുന്നു. അത് നമ്മുടെ RCCയിലൊന്നും ബ്രസ്റ്റിന് ബ്രാക്കി തെറാപ്പി ഇല്ല. മറ്റു വെളിയിലുള്ള ഹോസ്പിറ്റൽസിലൊക്കെ ബ്രാക്കി തെറാപ്പി ബ്രസ്റ്റിനും കൊടുക്കുന്നുണ്ട്. എക്സ്റ്റേണൽ EBRT ആണ് കോമൺലി കൊടുക്കുന്നത്. കീമോതെറാപ്പി എന്ന് പറയുമ്പോൾ അത് അഡ്ജുവന്റ് ആയിട്ട് കൊടുക്കാം, നിയോ അഡ്ജുവന്റ് ആയിട്ട് കൊടുക്കാം, പാലിയേറ്റീവ് ആയിട്ട് കൊടുക്കാം. അഡ്ജുവന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സർജറിക്ക് മുന്നേ ആയിട്ട് അല്ല ആഫ്റ്റർ സർജറിക്ക് ശേഷം ഫ്യൂച്ചർ റെക്കറൻസിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്ജുവന്റ് കീമോതെറാപ്പി. നിയോ അഡ്ജുവന്റ് എന്ന് പറഞ്ഞാൽ സർജറിക്ക് മുന്നേ, അതായത് വലിയ ട്യൂമർ സൈസ് ഉള്ള ഒക്കെ ആണെങ്കിൽ അതിനെ ഒന്ന് ഷ്രിങ്ക് ചെയ്ത് സർജറി ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കാൻ വേണ്ടിയിട്ട് നിയോ അഡ്ജുവന്റ് കീമോതെറാപ്പി. ദെൻ പാലിയേറ്റീവ് തെറാപ്പി ഏർലി സ്റ്റേജ് 4-ൽ ഡയഗ്നോസ് ചെയ്യുന്നവർക്ക് അത് അതിൻ്റെ ഒരു പാലിയേറ്റീവ് എഫക്റ്റ് ആയിട്ട് നമുക്ക് കീമോതെറാപ്പി കൊടുക്കാം. യൂഷ്വലി നമ്മൾ ബ്രസ്റ്റ് ക്യാൻസറിന് കൊടുക്കുന്നത് സൈക്ലിൻസ്, ടാക്സൈൻസ് ഒക്കെ. സൈക്ലിനകത്ത് ഡോക്സോറുബിസിൻ ഒക്കെ കൊടുക്കും. ദെൻ ടാക്സൈൻസിൽ പാക്ലിടാക്സൽ, ഡോസിടാക്സൽ അങ്ങനത്തെയൊക്കെ ഡ്രഗ്സ് ആണ് യൂഷ്വലി കൊടുക്കുന്നത്. ദെൻ ഹോർമോൺ തെറാപ്പി പറയുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു ബ്രസ്റ്റ് ക്യാൻസറിന്റെ ടൈപ്പിൽ ERPR പോസിറ്റീവ് ഉണ്ട്, ട്യൂമേഴ്സ് ഉണ്ട്. അതായത് ആ ട്യൂമറിന്റെ മേളിലായിട്ട് ഈസ്ട്രജൻ റിസപ്റ്റേഴ്സ്, പ്രൊജസ്ട്രോൺ റിസപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഡ്രഗ്സ് ആണ് ഈ ഹോർമോൺ തെറാപ്പി. അത് പല ടൈപ്പ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് സെലക്റ്റീവ് ഈസ്ട്രജൻ റിസപ്റ്റർ മോഡുലേറ്റേഴ്സ്, അത് SCRMs എന്ന് പറയും. ഈ SCRMs ഈ ക്യാൻസർ സെൽസിന്റെ മേളിലുള്ള റിസപ്റ്ററിനകത്ത് പോയിട്ട് ബൈൻഡ് ചെയ്യും. അങ്ങനെ ബൈൻഡ് ചെയ്തിരിക്കുന്ന കാരണം ഈസ്ട്രജൻ അവിടെ ബൈൻഡ് ചെയ്യാൻ പറ്റത്തില്ല, സെല്ലിന്റെ ഗ്രോത്ത് നടക്കത്തുമില്ല. അതാണ് അവർ ചെയ്യുന്ന ആക്ഷൻ. യൂഷ്വലി കൊടുക്കുന്നത് ടാമോക്സിഫൻ ആണ്. ടാമോക്സിഫൻ ഒന്നുകിൽ മെനോപോസ് ആയവർക്കും കൊടുക്കാം, മെനോപോസ് ആവുന്നതിന് മുന്നേ ഉള്ള ലേഡീസിന് ബ്രസ്റ്റ് ക്യാൻസർ വരുന്നവർക്ക് യൂഷ്വലി ഈ ടാമോക്സിഫൻ ആണ് നമ്മൾ ഹോർമോൺ തെറാപ്പി ആയിട്ട് കൊടുക്കുന്നത്. ഇനി രണ്ടാമത്തേന്ന് പറയുന്നത് SCRDS, സെലക്റ്റീവ് ഈസ്ട്രജൻ റിസപ്റ്റർ ഡീഗ്രേഡേഴ്സ്. ഈ ഡ്രഗ്സ് ആ റിസപ്റ്ററിൽ പോയി ഭയങ്കര ടൈറ്റ് ആയിട്ട് അത് ബൈൻഡ് ചെയ്തിട്ട് ആ റിസപ്റ്ററിനെ നശിപ്പിച്ച് കളയും. മറ്റേതാണെങ്കിൽ SCRMs എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബൈൻഡ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. ഇവിടെ അത് ബൈൻഡ് ചെയ്തിട്ട് അതിനെ ഡീഗ്രേഡ് ചെയ്ത് കളയും. അതിന് എക്സാമ്പിൾ ആണ് ഫൾവിസ്ട്രെൻഡ്. ഈ ടാമോക്സിഫൻ ഒന്നും കൊടുത്തിട്ട് ശരിയാവാത്ത റെസ്പോൺസ് ഇല്ലാത്ത ട്യൂമേഴ്സിലാണ് നമ്മൾ ഫൾവിസ്ട്രെൻഡും കൂടെ കൊടുക്കുന്നത്. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് അരോമറ്റേസ് ഇൻഹിബിറ്റേഴ്സ്. അരോമറ്റേസ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ ഈസ്ട്രജൻ പ്രൊഡക്ഷനെ കുറയ്ക്കും.
ഈസ്ട്രജൻ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കത്തില്ല. സാധാരണ ഇത് മെനപ്പോസ് കഴിഞ്ഞവർക്കാണ് ഈ അരോമേറ്റേഴ്സ് ഇൻഹിബിറ്റേഴ്സ്, എക്സാമ്പിൾ ലിട്രോസോൾ ഒക്കെ കൊടുക്കുന്നത്. അതായത് മെനപ്പോസിന് ശേഷം അവർക്ക് ഓവറിൽ നിന്നല്ല ഈസ്ട്രജൻ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നത്, ഫാറ്റി ടിഷ്യൂ എന്നാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഫാറ്റ് ടിഷ്യൂ ആണ് ഈസ്ട്രജൻ പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ഫാറ്റ് ടിഷ്യൂന്ന് ഈസ്ട്രജൻ ഉണ്ടാവാതെ നോക്കുവാണ് ഈ അരോമേറ്റേഴ്സ് ഇൻഹിബിറ്റേഴ്സിന്റെ ഉദ്ദേശം. അതിന് നമ്മൾ കോമൺലി കൊടുക്കുന്ന ഒരു ഡ്രഗാണ് ലിട്രോസോൾ. അപ്പൊ ഇതൊക്കെയാണ് ഈ ടാമോക്സിഫൻ, ഫൾവിസ്ട്രൻ, ലിട്രോസോൾ ഒക്കെയാണ് കോമൺ ഹോർമോണൽ തെറാപ്പീസ് ഇൻ ബ്രസ്റ്റ്. ദെൻ ടാർഗറ്റഡ് ഡ്രഗ് തെറാപ്പി. ടാർഗറ്റഡ് ഡ്രഗ് തെറാപ്പി എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് കൊടുക്കുന്ന ഈ HER2 പോസിറ്റീവ് ട്യൂമേഴ്സ് ഉണ്ട്. അതുപോലെ മ്യൂട്ടേഷൻ വന്ന ഈ BRCA1 BRCA2 മ്യൂട്ടേറ്റഡ് ബ്രസ്റ്റ് ക്യാൻസേഴ്സിന്. അപ്പോൾ HER2 പോസിറ്റീവിന് കൊടുക്കുന്ന ഡ്രഗാണ് ആന്റി HER2 തെറാപ്പി. അതായത് ഈ HER2ന്റെ മോളിൽ പോയി ആക്ട് ചെയ്തിട്ട് അതിനെ നശിപ്പിച്ച് കളയാം, HER2ന്റെ ആക്ഷൻ ഇല്ലാതാക്കുക. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ യൂഷ്വലി കൊടുക്കുന്ന ഡ്രഗ്സ് ആണ് ട്രാസ്റ്റുസുമാബ്, പെർട്ടുസുമാബ്, ഫെസ്കോ എന്ന് പറഞ്ഞ ഒരു ഡ്രഗ് ഉണ്ട്. അതായത് ഇപ്പൊ റീസെന്റ് വന്ന സബ്ക്യൂട്ടേനിയസ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന കീമോ ഡ്രഗ് ആണ്. അത് ട്രാസ്റ്റുസുമാബ്, പെർട്ടുസുമാബ്, ഹൈലൂറോണിഡേസിന്റെ കോമ്പിനേഷൻ ഡ്രഗ് ആണ്. ഇത് ഈ HER2 പോസിറ്റീവ് ട്യൂമേഴ്സിനാണ് അത് കൊടുക്കുന്നത്. ദെൻ വേറൊരു ടൈപ്പ് ഓഫ് ടാർഗറ്റഡ് തെറാപ്പിയാണ് പാർപ്പ് ഇൻഹിബിറ്റേഴ്സ്. അതായത് പോളി അഡിനോസിൻ റൈബോ പോളിമറേസ്, അത് ഇൻഹിബിറ്റേഴ്സ്. ഈ പാർപ്പ് എൻസൈം എന്ന് പറയുന്നത് ക്യാൻസർ സെൽസിന്റെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന, റിപ്പയർ ഒക്കെ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻസൈമാണ്. അപ്പൊ പാർപ്പ് ഇൻഹിബിറ്റേഴ്സ് ഈ എൻസൈമിനെ ബ്ലോക്ക് ചെയ്യുകയും അങ്ങനെ ക്യാൻസർ സെൽസിന്റെ ഗ്രോത്തിനെ പ്രിവെന്റ് ചെയ്യുകയും ചെയ്യും. അതാണ് ഈ BRCA1 BRCA2 മ്യൂട്ടേഷൻ ഉള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു ടാർഗറ്റഡ്. പണ്ടൊന്നും ഇതിന് ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ പുതിയതായിട്ട് വന്ന ടാർഗറ്റഡ് ഡ്രഗ് ആണ് ഒലാപാരിബ് എന്ന് പറഞ്ഞ ഒരു ഡ്രഗ്. അതാണ് പാർപ്പ് ഇൻഹിബിറ്റേഴ്സിൽ നമ്മൾ യൂഷ്വലി കൊടുക്കുന്നത്. അടുത്തത് ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറയുന്നത്, നമുക്കറിയാം ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു. ക്യാൻസർ സെല്ലിനെ കണ്ടുപിടിച്ച് അതിനെ അറ്റാക്ക് ചെയ്ത് കൊല്ലാനുള്ള എബിലിറ്റി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് കൊടുക്കുന്നതാണ് ഈ ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഇമ്മ്യൂണോ തെറാപ്പി ഡ്രഗ്. അത് സാധാരണ പെംബ്രോലിസുമാബ് എന്ന് പറഞ്ഞ ഒരു ഡ്രഗാണ് നമ്മൾ ബ്രസ്റ്റ് ക്യാൻസറിന് ഇമ്മ്യൂണോ തെറാപ്പി ആയിട്ട് കൊടുക്കുന്നത്. അത് ട്രിപ്പിൾ നെഗറ്റീവ് ക്യാൻസർ, വേറെ ഒന്നിനോടും റെസ്പോണ്ട് ചെയ്യാത്ത ട്രിപ്പിൾ നെഗറ്റീവ് ക്യാൻസറിനാണ് ഈ ഇമ്മ്യൂണോ തെറാപ്പി യൂഷ്വലി കൊടുക്കുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ മെയിൻ മോഡ്സ് ഓഫ് ട്രീറ്റ്മെന്റ് ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ: സർജറി, റേഡിയേഷൻ, കീമോ, ഹോർമോണൽ തെറാപ്പി, ടാർഗറ്റഡ് തെറാപ്പി ആൻഡ് ഇമ്മ്യൂണോ തെറാപ്പി. ദെൻ നമുക്ക് നോക്കാം പ്രിവെൻഷൻ ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ. ഈ റിസ്ക് ഫാക്ടറിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ നമുക്കറിയാം നമുക്ക് എങ്ങനെ ബ്രസ്റ്റ് ക്യാൻസർ പ്രിവെന്റ് ചെയ്യാം. ഈ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് അവോയ്ഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഒരു പരിധി വരെ പ്രിവെന്റ് ചെയ്യാം. അതായത് ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കുക. ഞാൻ ഓൾറെഡി പറഞ്ഞു 1 ഇയറിൽ കൂടുതലായിട്ട് ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ യൂഷ്വലി നമ്മൾ ജോലി കാരണമൊക്കെ ആയിട്ട് നമുക്ക് 6 months ഒക്കെ ചിലപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് നൽകാൻ പറ്റുള്ളൂ. നമ്മൾ മാക്സിമം ഒരു 1 ഇയറിൽ കൂടുതൽ ബ്രസ്റ്റ് ഫീഡിങ് നന്നായിട്ട് കൊടുക്കാൻ ശ്രമിച്ചാൽ ഒരു പരിധി വരെ റിസ്ക് കുറയും. സ്മോക്കിംഗ് അവോയ്ഡ് ചെയ്യുക. ഓൾറെഡി പറഞ്ഞു സ്മോക്കിംഗ് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടെന്ന്. ലിമിറ്റ് യൂസിങ് ഹോർമോൺ മെഡിക്കേഷൻസ്. ബർത്ത് കൺട്രോളിനായിട്ടോ അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിനായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഹോർമോൺ ടാബ്ലറ്റ്സ് എടുക്കുന്നത് ഒരു പരിധി വരെ കുറയ്ക്കുക. ലിമിറ്റ് എക്സ്പോഷർ ടു പൊല്യൂഷൻ. ഞാൻ പറഞ്ഞു കെമിക്കൽസിന് ആയിട്ടുള്ള എക്സ്പോഷർ കുറയ്ക്കുക. മെയിൻ ആയിട്ട് പറഞ്ഞത് പാരബിൻസ്, ടാലേറ്റ്സ് ഉണ്ട്, പെസ്റ്റിസൈഡ്സ് ഉണ്ട്, പ്ലാസ്റ്റിക് ഇതൊക്കെ ഉണ്ട്. അതൊക്കെ കുറച്ചൊക്കെ കോൺട്രവേഴ്സ്യൽ ആണെങ്കിലും അൺക്ലിയർ ഡൗട്ട്സ് ആണെങ്കിലും നമ്മളൊക്കെ അതൊക്കെ കുറച്ചാൽ ഇൻഡയറക്ട്ലി നമുക്ക് ഡെവലപ്പിംഗ് റിസ്ക് ഓഫ് ക്യാൻസർ കുറയ്ക്കാം. ദെൻ ലിമിറ്റ് യുവർ ആൽക്കഹോൾ കൺസംഷൻ. ആൽക്കഹോളിന് ഡയറക്റ്റ് എഫക്റ്റ് ആണെന്ന് ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ആൽക്കഹോൾ പ്രത്യേകിച്ചും വിമൻ ഉപയോഗിക്കാതെ ഇരിക്കുക. ദെൻ ഗോ ഫോർ എ മാമോഗ്രാം. ഏർലി സ്റ്റേജിൽ തന്നെ 30 to 40 ഇയേഴ്സിൽ തന്നെ സ്ക്രീനിങ് സ്റ്റാർട്ട് ചെയ്യുക. വാച്ച് ഔട്ട് ഫോർ ചേഞ്ചസ് ടു യുവർ ബ്രസ്റ്റ്. മന്ത്ലി സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്ത് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷന് വേണ്ടിയിട്ട് പോവുക. ഈറ്റ് ഹെൽത്തി ഫുഡ്. അതായത് ഫാറ്റി ഫുഡ്, പിന്നെന്താ പറഞ്ഞ പ്രോസസ്ഡ് മീറ്റ്, റെഡ് മീറ്റ്, അങ്ങനത്തെയൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കാതിരിക്കുക. ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, സിട്രസ് ഫ്രൂട്ട്സ്, അങ്ങനത്തേതൊക്കെ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് ഡയറ്റ് ഹെൽത്തി ഡയറ്റ് ആണ്. അതുവഴി നമുക്ക് ക്യാൻസർ റിസ്ക് പ്രിവെന്റ് ചെയ്യാം. കീപ് യുവർ വെയിറ്റ് ഡൗൺ. എക്സസൈസ് റെഗുലർലി. ഞാൻ പറഞ്ഞു വെയിറ്റ് പ്രത്യേകിച്ച് മെനോപോസിന് കഴിഞ്ഞ സ്ത്രീകൾ വെയിറ്റ് കൂടാതെ ശ്രദ്ധിക്കണം. അതേപോലെ റെഗുലർ എക്സസൈസും ചെയ്യണം.
അപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിന്റെ റിസ്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും, പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അതായത് പറയുന്നത് ഈറ്റ് പിങ്ക് ഫോർ ബ്രസ്റ്റ് ക്യാൻസർ പ്രിവെൻഷൻ. അതായത് പിങ്ക് കളറിലുള്ള എല്ലാ ഫ്രൂട്ട്സും, പ്രത്യേകിച്ച് സ്ട്രോബെറി. ഒരുപാട് റിസർച്ച് സ്റ്റഡീസ് ഉണ്ട്, നമുക്ക് ഇനഫ് എവിഡൻസ് ഇല്ലെന്നേ ഉള്ളൂ, പക്ഷെ എവിഡൻസസ് ഉള്ള ഒരുപാട് സ്റ്റഡീസ് ഉണ്ട്. സ്ട്രോബെറി, ബീട്രൂട്ട്, പോമഗ്രാനേറ്റ്, പിന്നെ പർപ്പിൾ കളറിലുള്ള ബെറീസ്, പർപ്പിൾ കളർഡ് ഫ്രൂട്ട്സ്, റെഡ് ഒണിയൻ, പർപ്പിൾ ക്യാബേജ്, അങ്ങനത്തെ പിങ്ക് കളറിലുള്ള ഫുഡ്സ് എല്ലാം ഇൻ ജനറൽ ബ്രസ്റ്റ് ക്യാൻസർ മാത്രമല്ല മൊത്തം ക്യാൻസർ പ്രിവെന്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. അതിൽ ഒരുപാട് ആന്റി ഓക്സിഡൻസ്, ക്യാൻസർ പ്രിവെന്റിങ് സബ്സ്റ്റൻസസ് ഒക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ബ്രസ്റ്റ് ക്യാൻസറിന്റെ തീം പിങ്ക് ആയതുകൊണ്ട് ഇൻ ജനറൽ ഈറ്റ് പിങ്ക് ഫോർ ബ്രസ്റ്റ് ക്യാൻസർ പ്രിവെൻഷൻ. ഇനി നമുക്കൊരു കാര്യം നോക്കുവാണെങ്കിൽ ഗ്ലോബൽ ബ്രസ്റ്റ് ക്യാൻസർ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് ഒരു WHO ഒരു ഇനിഷ്യേറ്റീവ് ആണ്. 2021 ഈ WHO ഈ ഇനിഷ്യേറ്റീവ് മൂവ് ചെയ്തത്, ഗ്ലോബൽ ബ്രസ്റ്റ് ക്യാൻസർ ഇനിഷ്യേറ്റീവ്. അതായത് ഗോൾ എന്ന് പറയുന്നത് ബ്രസ്റ്റ് ക്യാൻസർ 2.5%, ഗോൾ ഓഫ് റെഡ്യൂസിങ് ബ്രസ്റ്റ് ക്യാൻസർ ബൈ 2.5% പെർ ഇയർ. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ 20 ഇയർ കഴിയുമ്പം, അതായത് 2021 2041 ആവുമ്പോഴത്തേക്കും നമുക്ക് 2.5 മില്യൺ ലൈഫ്സിനെ സേവ് ചെയ്യാം. അതാണ് WHO എയിം. ആ ഒരു എയിമോട് കൂടി WHO ഒരു ഇനിഷ്യേറ്റീവ് ആണ് ഗ്ലോബൽ ബ്രസ്റ്റ് ക്യാൻസർ ഇനീഷ്യേറ്റീവ്. സോ നമുക്കും ഒരുമിച്ച് ആ ബ്രസ്റ്റ് ക്യാൻസറിനോടുള്ള ഫിയറും സ്റ്റിഗ്മയും അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് ടുഗദർ വി ക്യാൻ, നമുക്ക് ബ്രസ്റ്റ് ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്ത് ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് സ്പ്രെഡ് ചെയ്യാം. നമുക്കായിട്ട് കുറച്ച് സമയം കണ്ടെത്താം. താങ്ക് യു. താങ്ക് യു സൂസൻ മാം. വളരെ ഡീറ്റെയിൽ ആയിട്ട് ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് കഴിഞ്ഞ ഒരു ലാസ്റ്റ് 1 hour ആയിട്ട് നമ്മളോട് സംസാരിക്കുകയായിരുന്നു. ഹോപ്പ് യു ഓൾ ബെനിഫിറ്റഡ് ഫ്രം ദ ക്ലാസ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് ഉപയോഗിക്കാം. സോ ദാറ്റ് ഡിസ്റ്റർബ് ചെയ്യാതെ തന്നെ എല്ലാവർക്കും നമുക്ക് ആ ഡൗട്ട് ക്ലിയർ ആയിക്കോളും. സോ മാം കഴിഞ്ഞ ഒരു മണിക്കൂറായിട്ട് ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച്, എന്താണ് ബ്രസ്റ്റ് ക്യാൻസർ, അതിന്റെ ഇൻസിഡൻസ് എന്തുമാത്രം കോമൺ ആണ് നമ്മുടെ ഇടയിൽ ബ്രസ്റ്റ് ക്യാൻസർ എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു. എന്തൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് ആണ് മോഡിഫയബിൾ, നമ്മൾക്ക് എന്തിനൊക്കെ അതിനെ നമ്മുടെ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ഏർലി സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ, what are the different types of breast cancer, what are the various screening measures. Ma'am പറഞ്ഞതുപോലെ mammogram, it's not a screening method in India because നമുക്ക് mammogram access ചെയ്യാനും അതിനുള്ള ഫെസിലിറ്റി ഇന്ത്യ പോലത്തെ ഒരു ഡെവലപ്പിംഗ് കൺട്രീസിന് അത്ര ഫീസിബിൾ ആയിട്ടുള്ള കാര്യമല്ലാത്തത് കൊണ്ട് ഒരു മാസം ഒരു 10 minutes അല്ലെ 5 minutes എടുത്ത് ചെയ്യുന്ന ഒരു സ്മോൾ exercise like breast self examination can really save one's life. Because നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുന്നിടത്തോളം കാലം we never go to a doctor to asking him can you please check me, am I having a cancer എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും പോവില്ല അല്ലെ. ഈ ക്യാൻസർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഡോക്ടറുടെ അടുക്കൽ ഒരിക്കലും പോവുകയില്ല. ഡെഫിനറ്റ്ലി നമ്മളൊരു സ്മോൾ നമ്പർ നമ്മുടെ ബ്രസ്റ്റിൽ ഡിറ്റക്ട് ചെയ്യുവാണെങ്കിൽ ഒരു ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ വഴി നമുക്ക് തന്നെ ഡിറ്റക്ട് ചെയ്യാം, മാമോഗ്രാം പോലത്തെ മൾട്ടിപ്പിൾ ടെസ്റ്റ് അസസ്മെന്റിന് വിധേയരാകുകയും ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷനെ കുറിച്ചുള്ള മാമിന്റെ ക്ലാസ് കഴിഞ്ഞ് നിങ്ങളെല്ലാം ഓർക്കും, സൈസിന്റെ ഡിഫറൻസ്, നിപ്പിൾ റിട്രാക്ഷൻ, ഇതൊക്കെ കണ്ട് നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട്. പക്ഷെ നമ്മളെല്ലാം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വി ഓൾ ആർ യുണീക്, അവർ ബ്രസ്റ്റ് ഇസ് യുണീക്, അവർ one side breast is different, the other one might be different. So at first today you have to go and understand how your breast is. ഒരു breast self awareness ആണ് ആദ്യം നമുക്ക് ഉണ്ടാകേണ്ടത്. അതിനുശേഷം then you have to go ahead with your breast self examination. So effective breast screenings എന്തൊക്കെയാണെന്നതിനെ കുറിച്ച് പറഞ്ഞു, അൾട്രാസോണോഗ്രഫി, ഹൈ റിസ്ക് ഗ്രൂപ്പ് ചെയ്യേണ്ട MRI പോലത്തെ ടെസ്റ്റുകൾ, ഇതിനെ കുറിച്ച് മാം പറഞ്ഞു. വളരെ ചുരുക്കമായിട്ട് തന്നെ എല്ലാ ട്രീറ്റ്മെന്റ് മെത്തഡോളജീസിനെ കുറിച്ച്, സർജറി മുതൽ ഇപ്പൊ ന്യൂനെസ്റ്റ് ആയിട്ട് കാണുന്ന ഇമ്മ്യൂണോ തെറാപ്പിയെ കുറിച്ചും വളരെ മനോഹരമായിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞു തന്നു. പ്രിവെൻഷൻ ഒബ്വിയസ്ലി ഫോർ ദ നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സിൽ ഒരു ഗ്രേറ്റ് പാർട്ട് നമുക്ക് ചെയ്യാം. ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, വെയിറ്റ് റെഡ്യൂസ് ചെയ്യുക, എക്സസൈസ് ചെയ്യുക, ഇൻക്ലൂഡ് മോർ പിങ്ക് ഇൻ അവർ ഫുഡ്, ഡെഫിനറ്റ്ലി അത് നമ്മുടെ റിസ്ക് ഫാക്ടേഴ്സിനെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഗ്ലോബൽ ബ്രസ്റ്റ് ക്യാൻസർ ഇനിഷ്യേറ്റീവ് പറയുന്ന പോലെ ലെറ്റ്സ് മൂവ് ടുവേർഡ്സ് റെഡ്യൂസിങ് ആൻഡ് സേവിങ് 20 million lives by 2041. സോ വളരെ നന്നായി കഴിഞ്ഞ ഒരു മണിക്കൂർ എമിനിക്ക് വേണ്ടി ഈ ക്ലാസ് എടുത്ത സൂസൻ മാമിന് വളരെ അധികം ബിഗ് താങ്ക്സ് ആയിരുന്നു. ഇവിടെ ഒരു ഡൗട്ട്സ്
എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ? ലെറ്റ് മീ സീ. Ma'am, Susan ma'am, someone is having a history of male breast cancer. He has already undergone chemo and radiation. Now on hormone treatment, no comorbidities. What is the chance of recurrence? മെയിൽ ബ്രസ്റ്റ് ക്യാൻസർ കീമോ റേഡിയേഷൻ കംപ്ലീറ്റ് ചെയ്തു, ഇപ്പോൾ ഹോർമോണൽ ട്രീറ്റ്മെന്റ്സ് എടുക്കുന്നു, വേറെ കോമോർബിഡിറ്റീസ് ഒന്നുമില്ല. ചാൻസ് ഓഫ് റിക്കറൻസ് എന്തുമാത്രമാണ്? അതായത് നമ്മൾ സ്റ്റേജ് 1 നമ്മൾ ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ്മെന്റ് എല്ലാം എടുത്തു കഴിഞ്ഞാൽ 100% സർവൈവൽ എന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാം പറയുന്നത്, മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും. ഓക്കെ, മാം പറഞ്ഞതുപോലെ തന്നെ മെയിൽ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ മെയിലല്ലേ, ഫാമിലി ഹിസ്റ്ററി ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ, മെയിൽ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഒരു ജനറ്റിക്കിലോട്ടാണ് അത് പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ചാൻസ് ഓഫ് റെക്കറൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഓൾറെഡി ന്യൂവസ്റ്റ് മെത്തേഡ്സ് ഓൾറെഡി ഉണ്ട്. സോ എവറി ടൈം സിമിലർ ടു എ ഫീമെയിൽ ഹാവിംഗ് ബ്രസ്റ്റ് ക്യാൻസർ, എ പ്രോപ്പർ ഫോളോ അപ്പ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കീവേർഡ് ഫോർ ടു assessing the breast cancer recurrence. BRAF1 in bilateral mammogram means? BRAF1 നെഗറ്റീവ് റിസൾട്ട് ആണ്. അതൊരു ബ്രസ്റ്റ് ക്യാൻസറിന്റെ ഡയഗ്നോസിസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്കെയിലാണ് ഈ ബിറാഡ് സ്കെയിൽ. അപ്പൊ അതിന്റെ ബിറാഡ്സ് 1 to 5 അങ്ങനെയുണ്ട്. അപ്പൊ ആ ബിറാഡ്സ് 1 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ്, ഒന്നും ക്യാൻസർ ഇല്ല എന്നാണ് അർത്ഥം. നമ്മൾ ഫർദർ വർക്കപ്പിലോട്ട് പോകേണ്ട ആവശ്യമില്ല. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ബിറാഡ് 1 എന്ന് പറഞ്ഞാൽ ബിനൈൻ കണ്ടീഷൻ പോലും അല്ല, ഒരു നോർമൽ ബ്രസ്റ്റ് ഫൈൻഡിങ് ആണ് ബിറാഡ്സ്. ബിറാഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു റേഡിയോളജിയുടെ ഒരു ഗ്രേഡിംഗ് ക്രൈറ്റീരിയ ആണ്. അതിന് 1 മുതൽ 5 വരെയുണ്ട്. 4 മുതൽ സസ്പീഷ്യസ് കേസസ് ആണ്. 5 എന്ന് പറഞ്ഞാൽ ഓൾറെഡി ട്രീറ്റഡ് കേസസ് ആണ്, ഓൾറെഡി കൺഫേംഡ് ബയോപ്സി കൺഫേംഡ് കേസസ് ആണ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എനി അതർ ഡൗട്ട്സ്? പിന്നെ അതുപോലെ ഫാമിലി ഹിസ്റ്ററി, സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്ക് ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്യാം നമുക്ക്. BRCA1 BRCA2 മ്യൂട്ടേഷൻസ് ഉണ്ടോ ഫാമിലിയിൽ ഉണ്ടോ എന്നുള്ളത്, അല്ലെ നമുക്കുണ്ടോ എന്നുള്ളത് ജനറ്റിക് ടെസ്റ്റ് ചെയ്ത് നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്കറിയാം ഫേമസ് ഹോളിവുഡ് ആക്ട്രസ് ഏഞ്ചലീന ജോളിയൊക്കെ അങ്ങനത്തെ സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഉള്ള ഫാമിലിയിലാണ് ജനിച്ചത്. അവർക്ക് ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് ഒരുപാട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ പ്രൊഫൈലാക്റ്റിക്കലി മാസ്റ്റക്ടമി ചെയ്തു, 2 ബ്രസ്റ്റും റിമൂവ് ചെയ്തു ഈ BRCA1 മ്യൂട്ടേഷൻ റിസ്ക് കാരണം. അതേപോലെ തന്നെ നമുക്ക് ബ്രസ്റ്റിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് സ്ട്രോങ് ഇത് മ്യൂട്ടേഷൻ ഉള്ളവർക്ക് 2 സൈഡിൽ നിന്നും, മദറിന്റെ സൈഡിൽ നിന്നും ഫാദറിന്റെ സൈഡിൽ നിന്നും മ്യൂട്ടേഷൻ റിസ്ക് ഉള്ളവർക്ക് ഈ ബൈലാറ്ററൽ മാസ്റ്റക്ടമി ചെയ്യാം. അതേപോലെ ഊഫോറക്ടമിയും ചെയ്യുന്നവരുണ്ട്. അതായത് ഓവറീസിനും ഈ ഈസ്ട്രജൻ പ്രൊഡക്ഷൻ കാരണം ബ്രസ്റ്റ് ക്യാൻസറിന്റെ റിസ്ക് ഉണ്ടാക്കുന്നത് കൊണ്ട് ഊഫോറക്ടമി ചെയ്യുന്നവരുണ്ട്, മാസ്റ്റക്ടമി ചെയ്യുന്നവരും ഉണ്ട്. അതായത് ലൈഫാണ് നമുക്ക് മുന്നോട്ട് ക്വാളിറ്റി ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഓർഗൻ റിമൂവ് ചെയ്യുന്നു. അങ്ങനെ മാം, ഈ മെനോപോസിന്റെ ഏജും എന്തെങ്കിലും സിംറ്റംസ് നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് അറിയാൻ പറ്റുമോ, അതൊന്ന് പറയുമോ? മെനോപോസിന്റെ ഏജ് കുറച്ച് എനിക്ക് തോന്നുന്നത് ഓരോ ഫാമിലി അനുസരിച്ച്, ഫാമിലിയിലായിട്ട് കുറച്ച് ചേഞ്ചസ് ഉണ്ട്. മദറിന്റെ മദറിന് എത്ര വയസ്സിൽ മെനോപോസ് എത്തി, അതാണോ ചോദിച്ചേ? എത്ര വയസ്സിലെത്തുമെന്ന്? എത്ര വയസ്സിൽ ഏകദേശം എത്രയാവും നമുക്കൊന്ന് അത് നമ്മുടെ ഈ എന്തെങ്കിലും സിംറ്റംസ് നമ്മുടെ ബോഡി കാണിക്കുമോ അതിനോടനുബന്ധിച്ച്? അതായത് ചിലർക്കാണെങ്കിൽ സ്ട്രോങ് ഭയങ്കരമായിട്ട് ബ്ലീഡിങ് ചെയ്യുക, വയറുവേദന, അങ്ങനത്തെയൊക്കെ കുറച്ച് സിംറ്റംസ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ അതേപോലെ ബ്രസ്റ്റിൽ പെയിൻ വരുന്നുണ്ട്, പീരീഡ്സ് ഇറഗുലർ ആവുക, അതൊക്കെ സാധാരണയായിട്ട് മെനോപോസിന് മുന്നായിട്ട് കാണാവുന്നതാണ്. ഹോട്ട് ഫ്ലഷസ് എന്ന് പറഞ്ഞാൽ ബോഡി ഭയങ്കരമായിട്ട് ചൂടാവുന്ന പോലത്തെ ഒരു ഫീല്, അതൊക്കെ മെനോപോസിന്റെ യൂഷ്വൽ സിംറ്റംസ് ആണ്. വജൈനൽ ഡ്രൈനെസ്, സ്ലീപ്പ് ഡിസ് പ്രോബ്ലംസ്, അങ്ങനത്തെയൊക്കെ കുറച്ച് ഹോർമോണൽ ചേഞ്ചസ് കാരണം ഉണ്ടാകുന്ന കുറച്ച് ഫിസിക്കൽ ചേഞ്ചസ് ആണ് അതൊക്കെ നമുക്ക് മെനോപോസിലോട്ട് എത്താൻ എന്നുള്ള ഒരു ഹിന്റുകളാണ്. അതൊക്കെ നമ്മുടെ ഫാമിലി ഹിസ്റ്ററിയുടെ അനുസരിച്ചൊക്കെയാണെന്ന് തോന്നുന്നു. പിന്നെ ഡയറ്റിന്റെ വ്യത്യാസമുണ്ട്, എക്സസൈസ്, വെയിറ്റ്, അങ്ങനത്തെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അനുസരിച്ചായിരിക്കും മെനോപോസ് വരുന്നത്, എന്റെ ഏജ് എന്ന് പറയുന്നത്. ഒരു 45 മുതൽ എപ്പം വേണേലും ആകാം അല്ലേ? ആവാം. ചില ആൾക്കാർക്ക് 40 തൊട്ടൊക്കെ തുടങ്ങുന്നവരുണ്ടെന്ന് തോന്നുന്നു, 42 അങ്ങനെയൊക്കെ. ഓക്കെ, താങ്ക് യു മാം.
വേറെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് മാം പാഡഡ് ബ്രാസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് റിസ്ക് ഫാക്ടർ ആണോ? പാഡഡ് ബ്രാസ് വിരാട് 4 എന്ന് പറയുന്നത് എന്താണ്? ഫാദർ സൈഡിലാണോ മദർ സൈഡിലാണോ റിസ്ക് കൂടുതലായിട്ടുള്ളത്? ഫാദറിന്റെ സൈഡിൽ നിന്നും നമ്മുടെ ഈ ജീൻസ് നമുക്ക് കിട്ടുന്നത് ഹാഫ് ഫ്രം ദ ഫാദർ സൈഡ്, ഹാഫ് ഫ്രം ദ മദർ സൈഡ് ആണല്ലോ. അപ്പൊ റിസ്ക് ഒരുപോലെ തന്നെ വരത്തുള്ളൂ. ജനറ്റിക് മ്യൂട്ടേഷൻ ഏത് സൈഡിൽ എത്രത്തോളം നമുക്ക് കിട്ടിയിട്ടുണ്ടോ അതുപോലെ. ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് എന്നാണ്, അങ്ങനെയാണ്. എനിക്ക് ഒരുപാട് ഡീറ്റെയിൽസ് പറയാൻ അറിയത്തില്ല, എങ്കിലും നമുക്ക് പകുതി ജീൻസ് കിട്ടുന്നത് കൊണ്ട്, ക്രോമസോംസ് നമുക്ക് കിട്ടുന്നത് കൊണ്ട് ഈക്വൽ റിസ്ക് ആയിരിക്കണം. വേറെന്താ ചോദിച്ചേ? പാഡഡ് ബ്രാ അത് ഓൾറെഡി പാഡഡ് ബ്രാസ് യൂസ് ചെയ്യുമ്പം ബ്രസ്റ്റ് ക്യാൻസർ വരുന്നുള്ള ഒരു മിത്തിന്റെ കൂട്ടത്തിലാണ് ഇപ്പം. ഇതുവരെയും അവിടെ എവിഡൻസ് ഇല്ല അണ്ടർ വയർ ബ്രാസ് ഉപയോഗിക്കുന്നതിന്. വയർ ഇങ്ങനെ സ്ട്രിപ്സ് ആയിട്ട് വയറുള്ള ബ്രാസ് ഉണ്ടല്ലോ, അത് ഉപയോഗിക്കുന്നതിനും പാഡഡ് ബ്രാസിന് വരുന്നതായിട്ട് എവിഡൻസ് ഇല്ല. സ്റ്റിൽ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ മിത്ത്. ഫാമിലിസ്റ്റ് പറയുമ്പോൾ ഫാദറിനെ മദറിനെ വിരാട് 4 സസ്പീഷ്യസ് ലീഷൻ ആണ്, അബ്നോർമാലിറ്റി ആണ്. ഫർദർ വർക്കപ്പ് വേണം. അതായത് ബയോപ്സി ഒക്കെ ചെയ്താലേ കൺഫേം ആക്കാൻ പറ്റുള്ളൂ. അതായത് മാമോഗ്രാം മാത്രം ചെയ്താൽ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ. ട്രിപ്പിൾ ടെസ്റ്റ് ആണ്. ഫസ്റ്റ് ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ, സെക്കൻഡ് വൺ ആണ് മാമോഗ്രാം ഇമേജിംഗ് ഒക്കെ വരുന്നത്. തേർഡ് വൺ ഫൈനൽ ഡയഗ്നോസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പത്തോളജിക്കൽ എക്സാമിനേഷൻ വേണം. കോർ നീഡിൽ ബയോപ്സി ആൻഡ് ഫിഷ് ടെസ്റ്റ് ഉണ്ടെങ്കിലേ ബ്രസ്റ്റ് ക്യാൻസർ ആണോ എന്നുള്ളത് പറയാൻ പറ്റും. വിറാട്സ് 4 ഉണ്ടെങ്കിൽ അടുത്ത ലെവലിലോട്ട്, അതായത് പത്തോളജി ബയോപ്സി വേണം എന്നാണ് അതിന്റെ അർത്ഥം. ഒരു കാര്യം ഇവിടെ ചോദിച്ചോട്ടെ. നമ്മൾ ഈ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷന്റെ കാര്യം പറഞ്ഞല്ലോ, അത് കഴിഞ്ഞ് നമുക്ക് സിംറ്റംസ് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ മാമോഗ്രാം ചെയ്യേണ്ട കാര്യമുണ്ടോ എബോവ് 40? അതായത് ഇന്ത്യൻ സെറ്റപ്പിൽ നമ്മൾ മാമോഗ്രാം അത്ര അഡ്വൈസ് ചെയ്യുന്നില്ല. ഒന്നാമത് കോസ്റ്റ്ലി, നമ്മുടെ സോഴ്സസ് അവൈലബിലിറ്റി കുറവൊക്കെ ആയിട്ടാണ് നമ്മൾ മാമോഗ്രാം അഡ്വൈസ് ചെയ്യാത്തത്. പക്ഷെ അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റി ഒക്കെ പറയുന്നത് നമുക്ക് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ എപ്പോഴും നമുക്ക് ലംബോ, എപ്പോഴും ബ്രസ്റ്റ് ക്യാൻസർ ഈസ് വിത്ത് എ ലംബ്, അങ്ങനെയല്ല. ലംബ് ഇല്ലാതെയും ക്യാൻസർ ഉണ്ടാവും. അപ്പൊ അത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആനുവൽ മാമോഗ്രാഫി അഡ്വൈസ് ചെയ്യുന്നു അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റി ഒക്കെ. ഇന്ത്യൻ സെറ്റപ്പിലും നമ്മൾ ഡോക്ടറിനെ കണ്ട് അത് നമ്മുടെ ഒരു പേഴ്സൺ ചോയ്സും കൂടെ കൊടുക്കും. നമ്മുടെ സെറ്റപ്പിൽ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു അൾട്രാസൗണ്ടോ മാമോഗ്രാമോ ചെയ്യാം. മറ്റ് കൺട്രീസിലെ, ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ ഗൈഡ് ലൈൻസിൽ മസ്റ്റ് ആയിട്ടും സ്ക്രീനിങ്ങിനകത്ത് ആനുവൽ മാമോഗ്രാം പറയും. ഡൗട്ട് ഉണ്ടോ? മേ ബി വേറെ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഉണ്ടോ? പേയ്മെന്റ് നിങ്ങൾക്ക് അറിയാവുന്ന എത്രയാവും നമ്മുടെ നാട്ടില് ഇൻഫർമേഷൻസ് ഏകദേശമൊക്കെ? അതിനെപ്പറ്റി 1000 ഒക്കെ ആവുള്ളൂ തോന്നുന്നു. അറിയാമോ? ഡെന്നിക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ആക്ച്വലി ഈ ക്ലാസ് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും സ്റ്റിൽ നമ്മളൊന്നും മെട്രോസില് മാമോഗ്രാമിന്റെ കാര്യമാണ് ചോദിക്കുന്നത്. മാമോഗ്രാമിനാണെങ്കിൽ ഡൽഹി പോലത്തെ സ്റ്റേറ്റിൽ ഞങ്ങൾക്ക് 2500 മുതൽ 3000 അങ്ങനെയുള്ള റേഞ്ചിലാണ് മാമോഗ്രാമിന്റെ കണക്ക്. നാട്ടിൽ എനിക്ക് അറിയില്ല. കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഒരു 1000 ഒക്കെ ആവുള്ളായിരിക്കും. പിന്നെ എല്ലാവർക്കും ഈ റേഡിയേഷൻ മാമോഗ്രാം ഇയർലി പോയി മാമോഗ്രാം ചെയ്താൽ അതൊരു റിസ്ക് ഓഫ് റേഡിയേഷൻ കരുതി കുറെ ആൾക്കാർ ചെയ്യാതിരിക്കുന്നുണ്ട്. ഇനിയിപ്പോ മാമോഗ്രാം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും ഒരു ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷനും സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ മസ്റ്റായിട്ടും ചെയ്താൽ നമുക്ക് ഒരു പരിധി വരെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഈ ലംബ് ഇല്ലാത്ത ടൈപ്പ് നമുക്ക് മാമോഗ്രാം ചെയ്താലേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അത് സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി, അതായത് ഒരു അമ്മയ്ക്ക് ഒരു 50 ഇയേഴ്സിൽ ബ്രസ്റ്റ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അമ്മയുടെ മകൾക്ക് 40 ഇയേഴ്സിൽ വരാനുള്ള റിസ്ക് ഡബിൾ ഫോൾഡ് ആയിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ മകൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക്. അതുകൊണ്ട് ഏത് ഫാമിലിയിൽ ഒരു സ്ത്രീക്ക് ഉണ്ടായിട്ടുണ്ടോ ആ ഫാമിലിയിലെ മൊത്തം സ്ത്രീകളെയും നമ്മൾ മാമോഗ്രാം സ്ക്രീനിങ്ങിന് വിധേയമാക്കണം. എന്നാലേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഹൈ റിസ്ക് ഗ്രൂപ്പാണ് അവരൊക്കെ. ഫാമിലി ഹിസ്റ്ററി, അതായത് മ്യൂട്ടേഷൻ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല ഫാമിലി ഹിസ്റ്ററിക്ക്. അതായത് മ്യൂട്ടേറ്റഡ് ജീൻസ് ഉള്ള ഫാമിലി മാത്രമേ മകൾക്കുണ്ടാവൂ, അങ്ങനെയില്ല.
അമ്മയ്ക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മകൾക്ക് ഉണ്ടാവാൻ മ്യൂട്ടേഷൻ ഇല്ലെങ്കിലും റിസ്ക് ഉണ്ട്. അതുപോലെ അമ്മയ്ക്കുണ്ട്, അമ്മയുടെ സഹോദരിക്കുണ്ട്, അല്ലെ അമ്മയ്ക്കുണ്ട്, ഒരാളുടെ സഹോദരിക്കും ഉണ്ട്, അമ്മയ്ക്കും ഉണ്ടെങ്കിൽ അതിന്റെ 4 ഫോൾഡ് റിസ്ക് ആണ്. അമ്മയ്ക്ക് മാത്രം ഉണ്ടെങ്കിൽ ഡബിൾ റിസ്ക്കും, അമ്മയ്ക്കും സഹോദരിക്കും ഉണ്ടെങ്കിൽ 3 ഫോൾഡ് 4 ഫോൾഡ് റിസ്ക് ഉണ്ട് ബ്രസ്റ്റ് ക്യാൻസറിന്. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ, ബ്രക്ക ജീൻസിന്റെ ടെസ്റ്റിങ്ങിന് എന്തുമാത്രം കോസ്റ്റ് വരും എന്നുള്ളതാണ്. ബ്രക്ക 1 and 2 അതിനൊരു എനിക്ക് തോന്നുന്നു ഒരു വൈഡ് റേഞ്ച് ആണ്. മീൻസ് മെട്രോ സിറ്റീസിൽ 30,000 വരെയൊക്കെ വരാറുണ്ട്. ചില സിറ്റികളിൽ അത് 10,000 മുതലും ചെയ്യാറുണ്ട്. ഇപ്പൊ കാണുന്നത് മൾട്ടിജീൻ പാനലുകൾ NGS പോലെയുള്ള ടെസ്റ്റുകളുണ്ട്. അപ്പാർട്ട് ഫ്രം ബ്രക്ക ജീൻസ്, P53 അങ്ങനെയുള്ള അതെ. പല ജീൻസുകളുടെ ഒരു മൾട്ടിജീൻ പാനലുകൾ ഇപ്പൊ ടെസ്റ്റ് ചെയ്യാറുണ്ട്. മോസ്റ്റ്ലി സബ്സിഡൈസ്ഡ് റേറ്റ്സിൽ, അഫോർഡബിൾ റേറ്റിൽ മിക്കവാറും റീഇംബേഴ്സ്ഡ് ആവുന്ന ഫെസിലിറ്റീസ് പല ഹോസ്പിറ്റലുകളിലും പല പാനലുകളും തരുന്നത് കൊണ്ട് അത് വളരെ സൗകര്യമായിട്ടൊരു ടെസ്റ്റാണ് ജനറ്റിക് ടെസ്റ്റിംഗ്. ബ്രക്ക ജീൻസ്, മൾട്ടിജീൻ, NGS പാനൽസ് ഒക്കെ. ബ്രക്ക 1 and 2 കോമൺ ആയിട്ടുണ്ട് അതുകൊണ്ട് എടുത്തു പറഞ്ഞതാ. ഒരുപാട് ജീൻ ചേഞ്ചസ്, മ്യൂട്ടേറ്റഡ് ജീൻസ് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാക്കാം. കോമൺ ആണ് ഈ ബ്രക്ക 1 and 2. പിന്നെ ഡക്ടൽ എക്സ്റ്റേസിയ നോർമൽ ആണോ? ഡക്ടൽ എക്സ്റ്റേസിയ വിരാട് 3-ലൊക്കെ കാണുന്ന ഒരു ഫൈൻഡിങ്സ് ആണ്. അത് നോർമൽ, ഡെഫിനറ്റ്ലി അത് നോർമൽ ഫൈൻഡിങ് അല്ല. വിരാട് 3 വരെ ബിനൈൻ ഫൈൻഡിങ്സ് എന്നാ പറയുന്നത്. ബിനൈൻ ഫൈൻഡിങ് എന്ന് പറഞ്ഞാൽ വിരാട് 3 ഒക്കെ വരുമ്പോൾ ഷോർട്ട് ഫോളോ, ഇയർലി CBEക്ക് പകരം 6 മന്ത്ലി അല്ലെങ്കിൽ 3 മന്ത്ലി CBE ആണ് പറയുന്നത്. അതിനകത്തൊക്കെ ബ്ലഡി നിപ്പിൾ ഡിസ്ചാർജ് ഒക്കെ ഡക്ടൽ എക്സ്റ്റേസിയെ കാണാറുണ്ട്. അതിന് ഷോർട്ട് ഫോളോ അപ്പ് ആണ് പറയുന്നത്. ആസ് സച്ച് അത് വോണ്ട് കൺവേർട്ട് ഇൻടു ക്യാൻസർ, ബട്ട് ഡെഫിനറ്റ്ലി നീഡ്സ് ഷോർട്ട് ഫോളോ. ട്രിപ്പിൾ അസസ്മെന്റിൽ ഏതൊക്കെ ടെസ്റ്റുകളാണ്? അത് ഓൾറെഡി മാം എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ, പിന്നെ സെക്കൻഡ് വൺ ഇമേജിങ്. അതിൽ പറഞ്ഞല്ലോ മാമോഗ്രാം, ബൈലാറ്ററൽ മാമോഗ്രാം, അൾട്രാസൗണ്ട്, പിന്നെ പത്തോളജി എക്സാമിനേഷൻ. പിന്നെ ഒരു കാര്യം ചോദിക്കുന്നത്, ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യന്റ് ആഫ്റ്റർ റാഡിക്കൽ മാസ്റ്റക്ടമി അവരെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? എന്തൊക്കെ അൺകൺട്രോൾഡ് ഷുഗർ ആണെങ്കിൽ ലെവൽ ആണ്, എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് വരാം പോസ്റ്റ് മാസ്റ്റക്ടമി ഡ്യൂറിങ് കീമോ റേഡിയേഷൻ തെറാപ്പി? അതായത് ഡയബറ്റീസ് കൺട്രോൾ ഇല്ലെങ്കിൽ ഒന്നാമത് മാസ്റ്റക്ടമിക്ക് ശേഷം നമുക്ക് വൂണ്ട് ഹീൽ ചെയ്യാനൊക്കെ ഉള്ള കാലതാമസം വരും. എല്ലാ വൂണ്ട്സിനെയും പോലെ ഹൈ ഗ്ലൈസീമിക് വാല്യൂസ് ആണെങ്കിൽ ഹീലിംഗ് പ്രോസസ്സ് ഡിലേ ആവും. മാസ്റ്റക്ടമിക്ക് ശേഷം നമുക്കറിയാം 1 മാസത്തോളം ഡ്രെയിൻ കാണും പേഷ്യന്റിന്. നമ്മുടെ സൈറ്റിൽ നിന്ന് ഉള്ള ഫ്ലൂയിഡ്സ് എല്ലാം ഡ്രെയിൻ ചെയ്ത് കളയാൻ വേണ്ടി. അപ്പൊ ആ ഡ്രെയിൻ സൈറ്റ് ഇൻഫെക്ഷൻ വരാം, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ വരാം. അതുകൊണ്ട് ഗുഡ് കൺട്രോൾ വേണം. പിന്നെ നമ്മൾ വീണ്ടും ഹൈ വാല്യൂസ് ഓഫ് ഷുഗർ ആണെങ്കിൽ ഈ ഡയബറ്റീസിന്റെ ഇൻസുലിനും ഈ ഷുഗറിനും നമുക്ക് ക്യാൻസറിന്റെ റിസ്ക് കൂടുതലായിട്ടുണ്ട്. അപ്പൊ വീണ്ടും റെക്കറൻസ് വരാനുള്ള ചാൻസും ഉണ്ട് ഷുഗർ കൺട്രോൾ ചെയ്തെന്നില്ല എന്നുണ്ടെങ്കിൽ. മാസ്റ്റക്ടമി മീൻസ് ഒരു പേഴ്സണൽ ഹിസ്റ്ററി പറഞ്ഞില്ലേ, ഒരു സൈഡിലുള്ള ബ്രസ്റ്റ് ക്യാൻസർ ഉള്ളവർക്ക് ഓപ്പോസിറ്റ് സൈഡിൽ ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള റിസ്ക് ഒരുപാടുണ്ട്. അപ്പം അത് നമ്മൾ ഒരു സൈഡിൽ വന്നു എന്റെ ക്യാൻസർ റിസ്ക് കഴിഞ്ഞു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. വീണ്ടും നമ്മൾ ഹെൽത്തി ലൈഫ് സ്റ്റൈലും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒക്കെ കൺട്രോൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാലേ നമ്മുടെ റിസ്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ. ട്രിപ്പിൾ അസസ്മെന്റിൽ എന്തൊക്കെയാ വരുന്നതെന്ന് വെച്ചാൽ, പത്തോളജി ഫൈൻഡിങ്ങിൽ FNAC, കോർ നീഡിൽ ബയോപ്സി, ട്രൂ കട്ട് ബയോപ്സി, അതുപോലുള്ള കാര്യങ്ങളാണ് പത്തോളജിയുടെ എൻട്രി വരുന്ന ടെസ്റ്റുകൾ. Any other things? Otherwise, I think we have already reached second test name, please, ma'am. ഏതിലെ സെക്കൻഡ് ടെസ്റ്റ് നെയിം ആ ചോദിക്കുന്നത്? പത്തോളജിയിൽ ഗായത്രി, യു ക്യാൻ അൺമ്യൂട്ട് ആൻഡ് സേ. പത്തോളജിയിലോ? പത്തോളജിയിൽ സെക്കൻഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ FNAC, ഫൈൻ നീഡ് ആസ്പിറേഷൻ സൈറ്റോളജി, എന്തെങ്കിലും ബയോപ്സികൾ, ട്രൂ കട്ട് ബയോപ്സി, കോണീഡിൽ ബയോപ്സി, എല്ലാ ബയോപ്സികളും. വേറെ ഏതാണെന്ന് ഫിഷ് ടെസ്റ്റ് ആണോ ചോദിക്കുന്നത്? ഫിഷ് ടെസ്റ്റ് ആണോ ഉദ്ദേശിച്ചത്? അല്ല,
Okay, fish tester. അതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ടെസ്റ്റ് ആണ്. ഫ്ലൂറസെന്റ് ഇൻസിറ്റു ഹൈബ്രിഡൈസേഷൻ എന്ന് പറയും. നമ്മൾ ജനറ്റിക് ലെവലിൽ നമ്മുടെ സെൽസ് അസസ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ്. അതിനകത്ത് അങ്ങനെ നമ്മൾ അകത്തോട്ട് നന്നായിട്ട് അസസ് ചെയ്താലേ അതിനകത്ത് എന്തൊക്കെ റിസപ്റ്റേഴ്സ് ഉണ്ട്, ഏതൊക്കെ പ്രോട്ടീൻസ് പോസിറ്റീവ് ആണ്, HER2 പോസിറ്റീവ് ആണോ, ന്യൂ HER2 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രോട്ടീൻസ് ഉണ്ട്. അതുപോലെ റിസപ്റ്റേഴ്സ്, ഈസ്ട്രജൻ റിസപ്റ്റർ, പ്രൊജസ്റ്റർ റിസപ്റ്റർ, അങ്ങനത്തെയൊക്കെയുള്ള ഈ ജനറ്റിക് ലെവലിലുള്ള അസസ്മെന്റ് നടന്നാൽ മാത്രമേ നമുക്ക് ഈ ടാർഗറ്റഡ് ഇമ്മ്യൂണോതെറാപ്പി, ഹോർമോണൽ തെറാപ്പീസ് ഒക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ കൊടുത്താൽ മാത്രമേ അവരുടെ സർവൈവൽ റേറ്റും പ്രോഗ്നോസും ഒക്കെ നന്നായിരിക്കുള്ളൂ. അതിനാണ് നമ്മൾ ഈ ഫിഷ് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നത്. കോർണിയൽ ബയോപ്സിയിൽ നമുക്ക് ജസ്റ്റ് അതിന്റെ ടൈപ്പ് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഈ റിസപ്റ്റർ പ്രോട്ടീൻ സ്റ്റാറ്റസ് ഒക്കെ അറിയണമെങ്കിൽ നമ്മൾ ഫിഷ് ടെസ്റ്റ് കൂടെ ചെയ്യണം. അത് നമ്മൾ ബ്രസ്റ്റ് ക്യാൻസറിന് മാത്രമല്ല, എല്ലാ ക്യാൻസറിനും, നമ്മൾ ലുക്കീമിയ ആണെങ്കിലും എല്ലാത്തിനും ചെയ്യുന്നുണ്ട്. Yes. So നമ്മളൊരു ഏമാതിരി 8:30-ഓളമായി. So I think we could give justice to all the questions being raised. So great thank you to Susan ma'am for a very expert session. എല്ലാ ഡൗട്ട്സും മാം വളരെ കൃത്യമായിട്ട് തന്നെ എല്ലാവരുടെയും ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. So thank you ma'am for your expertise and for your much valued time. And I would also take this opportunity to AIMNA, Mr. Sinu, and the entire team for this for taking this initiative for females, the women, the Malayali nurses, considering our health, our breast health. So a big thank you to Sinu and entire family of AIMNA. So with if everything else is done, means we can now come to the end of the session. Any other thing to be discussed? Anything else you want to tell us? Your insights? Yeah, I think there is no more response. So now, thank you and good night.